വരട്ടെ വീഡിയോ. ഓക്കെ, പ്ലേ ചെയ്യട്ടെ. മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി ഇസ്ലാമികമായ ബോധമില്ലാത്തത് കൊണ്ടെന്നാണ്. നമ്മുടെ വീടകങ്ങൾ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ആയിത്തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അവർക്ക് ചെറുപ്പത്തിലെ ഇസ്ലാമികമായ ബോധനം കൃത്യമായ അളവിൽ നൽകണം. ഓക്കെ, അപ്പോൾ ഏതായാലും എം അക്ബർ പറഞ്ഞ പ്രകാരം നമ്മൾ ഇന്ന് നമ്മളുടെ വീടകങ്ങൾ ഭക്തിസാന്ദ്രമാക്കാൻ പോവുകയാണ് വിത്ത് അറബി മൂളിച്ച. അതിന് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ ഞാനിവിടെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ മതം പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമോ ഇല്ലേ? ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. മതത്തിനകത്തുള്ള ആളുകൾ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ കേൾപ്പിക്കാൻ പോവാണ്. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. കള്ളവടി വെച്ചത് ഇത്രയേ ഉള്ളൂ. അതിനാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ വലിയ സംഭവമായിട്ട്. അതായത് ഹഫ്സ എന്ന സ്വന്തം ഭാര്യ, ആ ഭാര്യയുടെ ദിവസമായിരിക്കെ മുഹമ്മദ് നബി ഭാര്യയെ പറ്റിച്ച് പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടിലുണ്ടായിരുന്ന തൻ്റെ സമ്മാനം കിട്ടിയ അടിമയെ പൂശി. ഇതിനെയാണ് ഇപ്പോൾ ഉസ്താദ് വലിയ ഡെക്കറേഷൻ കൊടുത്ത് പറഞ്ഞത്. ഇതിനെ പച്ച മലയാളത്തിൽ പറയും കള്ളവടി വെച്ചു എന്ന്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി അങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ സാധനം നിഷ്പക്ഷമായിട്ട് ഇത് കേൾക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ നിങ്ങൾ ഒന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ നിങ്ങൾ എന്തായിരിക്കും അതിനകത്ത് കാണുക? ആ പറഞ്ഞ സംഗതി ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, തലച്ചോറ് തന്നെ വേണം കേട്ടോ, ഹൃദയം പറ്റില്ല, അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഹോംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബങ്ങൾ ഏതായാലും ഇവരെ കൊണ്ട് സാധിച്ചില്ല ഇത് ഭക്തി സാന്ദ്രമാക്കാൻ. അപ്പം നമ്മളൊന്ന് ഭക്തി സാന്ദ്രമാക്കി കൊടുക്കാൻ പോവുകയാണ്. പിന്നെ മതബോധം കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കുറച്ചിരി കൂടുതൽ മതബോധം അങ്ങ് കൊടുത്ത് കളയാം. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഇസ്ലാം പൊളിയാണ്, എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ഇവിടെ ആൻഡ്രൂ ടൈറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ ഇന്ന് ഏതൊരു ഗുസ്തി പിടിക്കുന്ന ഒരു ചങ്ങാതി ഇന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി വേറെ ഏതൊരു പാട്ട് പാടുന്ന ഒരു ചങ്ങാതി വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകൾ വരുന്ന കഥയൊക്കെ പൊക്കി പിടിച്ചുവിടും. പിന്നെ കുറേ മാനസികമായിട്ട് ഡിപ്രഷനിലും അതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടിട്ടുള്ള പല സിനിമാ നടിമാരും നടന്മാരും അവരൊക്കെ വരും. ഇപ്പോൾ യുവാൻ ഒരു രാജ അല്ലേ, യുവാൻ രാജ, നമ്മളുടെ ഇളയരാജയുടെ മകൻ യുവാൻ ഇളയരാജ, പുള്ളി ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ആഘോഷമാണ്. യുവാൻ ഇളയരാജ വന്നതിൽ അത്ഭുതമൊന്നുമില്ല. ആൾ ഉമ്മ പോയ വിഷമത്തിലൊക്കെ വലിയ പ്രശ്നമായിട്ട് നടക്കുന്ന ഒരു ഡിപ്രഷനിൽ പോകുന്നു, ആൾ കള്ളു കുടിക്കാനൊക്കെ പോകുന്നു. അങ്ങനെ പോകുന്ന ആളുകളിൽ സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഒരു മാനസികമായ ഒരു ട്രൈറ്റ് തന്നെയാണ് മതവിശ്വാസത്തിലേക്ക് അടുക്കുക എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അത്ഭുതമൊന്നും പറയുന്നില്ല. എന്തായാലും അങ്ങനെ കുറേ നാട്ടിൽ തല്ലുകൊള്ളികളായിട്ട് നടക്കുന്ന കുറേ ആളുകൾ, ജയിലിലൊക്കെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്, ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. ജയിൽ പുള്ളികൾക്ക് പറ്റിയ മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വലിയ തോതിൽ ജയിലിലുള്ള കൺവേർഷനെ കുറിച്ചൊക്കെ ഒരു മേനി ധരിക്കുന്നത് കാണാം. നിങ്ങൾ ചോദിച്ചാൽ മതി, അമേരിക്കയിലെ ജയിലിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുന്നത് ഇസ്ലാമിലേക്കാണെന്നാണ് പറയാം. ശരിയാണ്, അത് നമ്മൾ സമ്മതിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതേപോലെ കുറേ ആളുകളുടെ കണക്കൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? വിവരവും വിദ്യാഭ്യാസവും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതല്ല, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ ഈ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല, നേരെ ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വരട്ടെ വീഡിയോ. ഓക്കെ, പ്ലേ ചെയ്യട്ടെ. മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി ഇസ്ലാമികമായ ബോധമില്ലാത്തത് കൊണ്ടെന്നാണ്. ഞാൻ ഇപ്പോൾ ഇടയിലൊന്നും പറയുന്നില്ല, നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇസ്ലാമികമായ ബോധം എന്നൊക്കെയാണ് പറയുന്നത്, ബാക്കി നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. എന്താണ് പരിഹാരം എന്നാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം ഇസ്ലാമികമായ ബോധവൽക്കരണങ്ങൾ നടത്തണം എന്നാണ്. അപ്പോൾ ആ ഇതിൽ കാണുന്നത് കണ്ടല്ലോ, എക്സ് മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു, കാരണം എന്തെന്നാണ് ചോദ്യം. അതല്ലാതെ വർദ്ധിക്കുന്നുണ്ടോ എന്നോ വർദ്ധിക്കുന്നത് സത്യമാണോ എന്നോ ഇതൊന്നുമല്ല ചോദ്യം. വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എം അക്ബറും സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും വിശ്വാസികൾ സമ്മതിക്കുക, ഇവിടെ കെട്ടുപൊട്ടി, ഇസ്ലാമിൻ്റെ കെട്ടുപൊട്ടി കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മതത്തിൽ നിന്നും പുറത്തേക്ക് കൂട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ സമ്മതിക്കുക. നമ്മൾ പണ്ടൊരു പാട്ട് പാടാറുണ്ട്, ഒട്ടകങ്ങൾ വരി വരി വരിയായി എന്ന് പറയുന്ന മാതിരി എക്സ് മുസ്ലിങ്ങൾ വരി വരി വരിയായി, കരക്ക മരങ്ങൾ നിര നിര നിരയായി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ് മുസ്ലിങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ കാഴ്ച അതിമനോഹരമായ കാഴ്ച. നമുക്ക് ഇച്ചിരി അറബി മൂളിച്ചിട്ടിട്ട് കേൾക്കാം, അതായിരിക്കും കുറച്ചുകൂടി ഒരു സുഖം. ഓക്കെ, ചുരുക്കമാണ് ചോദ്യവും ചുരുക്കമാണ് ഉത്തരവും.
ഇസ്ലാമികമായ തലത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ സന്നദ്ധമാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെയാകും. ഇസ്ലാമികമായ തലത്തിൽ കുട്ടികളെ വളർത്തണം. എങ്ങനെയാണ് ഇസ്ലാമികമായ തലത്തിൽ കുട്ടികളെ വളർത്തേണ്ടതെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമികമായ ചിന്ത എന്ത് എന്നുള്ളത്. പാരൻറ്റിംഗ് ആണ് അവിടെ പ്രധാനപ്പെട്ട പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ചെറുപ്പകാലഘട്ടം മുതൽക്ക് തന്നെ ഇസ്ലാമികമായ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ കേവലം നമസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന അന്തരീക്ഷം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇസ്ലാമികമായ തോക്ക്, ബോംബ്, വെടിക്കോപ്പ് അതും കൂടി ചേരുന്നതാണ് ഇസ്ലാമികമായ അന്തരീക്ഷം എന്നുള്ളതാണോ എം എം അക്ബർ ഉദ്ദേശിച്ചത്? സ്വഭാവങ്ങളും ഇസ്ലാമികമായ സംസ്കാരങ്ങളും വളർത്തപ്പെടുന്ന അന്തരീക്ഷം ഉള്ള വീടുകളിൽ കുട്ടികൾ വളരണം. നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളുടെ സംസ്കാരം തീരുമാനിക്കുന്നത് എന്താണ്? നമ്മൾ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ ജനറേഷൻ എന്ന് പറയും. ഇപ്പോൾ പുതിയ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ ആൽഫ ജനറേഷനാണ്. അതിന് മുമ്പ് ഉള്ളതാണ് ജനറേഷൻ. ജനറേഷന്റെ സംസ്കാരം തീരുമാനിച്ചത്, അവരുടെ തലച്ചോറ് തീരുമാനിച്ചതല്ല. എന്താണ് ധാർമ്മികത എന്നുള്ള വിഷയത്തിലുള്ള അവരുടെ അടിസ്ഥാന ധാരണ എവിടുന്ന് ഉണ്ടാവുന്നത്? നമ്മുടെ തലച്ചോറിന്റെ വളർച്ച. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ തലച്ചോറിന്റെ വളർച്ച നടക്കുന്ന ഏറ്റവും പ്രധാന സമയം എന്ന് പറയുന്നത് നാം ജനിച്ചതിന് ശേഷം 13 വയസ്സ് വരെയുള്ള സമയമാണ്. ആ സമയത്താണ് അടിസ്ഥാന ധാർമ്മികതകൾ തീരുമാനിക്കപ്പെടുന്നത്. ആ അടിസ്ഥാന ധാർമ്മികത തീരുമാനിച്ചത് ആരാണ്? നിങ്ങൾ ആലോചിക്കുക. ഉസ്താദാണ്. മതപരമായ അധ്യാപനങ്ങളാണോ? ഇസ്ലാമികമായ സംസ്കാരമാണോ? അതല്ല ടെലിവിഷൻ ആയിരുന്നോ? അതെല്ലാം നമ്മൾ പറയുന്ന സിനിമകളായിരുന്നോ? എന്റർടൈൻമെന്റുകളായിരുന്നോ? ടെലിവിഷൻ. ആ തരത്തിൽ നമ്മുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി നമ്മുടെ കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയെ സ്വാധീനിച്ചതിന്റെ, ആ രൂപത്തിലുള്ള ധാർമ്മികമായ അടിത്തറകൾ അവരുടെ തലച്ചോറിൽ രൂപപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലായതിന്റെ ഒരു പരിണിതി കൂടിയാണ് നമ്മൾ കാണുന്ന ഈ പ്രശ്നങ്ങൾ. നോട്ട് ദ പോയിന്റ് സർ. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ന് വളരുന്ന കുട്ടികൾ അവരുടെ കയ്യിലിരിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തിനെക്കുറിച്ചും അവർക്ക് അന്വേഷിക്കാം. ആ അന്വേഷണം അവർ നടത്തുമ്പോൾ കയ്യിൽ നിന്ന് പോകും. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. നമ്മൾ പറയാറുണ്ട് ഇന്റർനെറ്റ് ഇസ്ലാമിൻ്റെ കഥ കഴിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. ബാക്കി കേൾക്കാം. അപ്പോൾ അവരുടെ അടിസ്ഥാന ധാർമ്മികത തന്നെ അടിസ്ഥാനത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഇന്നത്തെ ഒരു ചുറ്റുപാടും കാര്യങ്ങളും പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു മുതലാളിത്ത സംസ്കാരം തന്നെ പരമാവധി ആസ്വദിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമാണെങ്കിലും അവിടെയെല്ലാം കൃത്യമായ വിലക്കുകളാണുള്ളത്. എല്ലായിടത്തും ആസ്വാദനമാണ്. എല്ലായിടത്തും ആ രൂപത്തിലുള്ള പരമാവധി അടിച്ചു പൊളിക്കാന്നാണ് കുട്ടികൾ പറയുക. ആ അടിച്ചു പൊളിക്കലിൽ ഇസ്ലാം എല്ലായിടത്തും റെസ്ട്രിക്ഷൻസ് ആണ്. അവിടെയാണെങ്കിലോ ചെറുപ്പത്തിലെ തലച്ചോറിന്റെ, ഞാൻ നേരത്തെ ഞാൻ ആലോചിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ തലച്ചോറ് എന്ന് പറയുന്നുണ്ട്. ഇസ്ലാമിലെവിടെയാണ് തലച്ചോറിനെ കുറിച്ച് പറയുന്നത്? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. പണ്ട് എം എം അക്ബർ നമ്മളുടെ ജബാർ മാഷുമായിട്ടുള്ള സംവാദത്തിൽ വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഹൃദയശാസ്ത്രജ്ഞന്മാരവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിൽ ഒരു തലച്ചോറുണ്ട് എന്നാണ് പറഞ്ഞത്. ഹൃദയത്തിലും തലച്ചോറുണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. ആ സാധനം വെച്ചിട്ട് ചിന്തിക്കുന്ന കാര്യമാണോ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആവട്ടെ. രൂപത്തിലുള്ള വളർച്ചയും അവിടെ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾക്ക് ഈ തരത്തിലുള്ള ഇസ്ലാം വിമർശനങ്ങൾ വരുമ്പോൾ ഇസ്ലാം വിമർശനങ്ങൾ ഒരു വശത്ത് വരുന്നു. അതോടൊപ്പം തന്നെ തന്റെ ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങളിലേക്ക് അയാളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു. മറിച്ച് ഈ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായും ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ്. ഈ പറയുന്ന തിന്മകൾക്കെല്ലാം അയാൾക്ക് ന്യായീകരണമായി. ഇതാണോ എന്ന് നമുക്കൊന്ന് കാണാം. അതായത് ഈ എന്തുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നത് വലിയ തോതിൽ, അത് ഇസ്ലാം മാത്രമല്ല എല്ലാ മതത്തിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്നു, ഇസ്ലാമിൽ നിന്നും പോകുന്നു. പക്ഷേ ഇസ്ലാമിൽ നിന്ന് കൂടുതൽ പോകുന്നു ഇന്നത്തെ കാലത്ത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ വക ആളുകൾക്ക്, എം എം അക്ബറിന്, ആനമയിലൊട്ടകം ടീമിന്, ഇവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അവർ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് മനസ്സിലായാനെ. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? മഹാനായ സുബ്ഹാനഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുമ്പോൾ അവർ വികാരം കൊണ്ടും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ഇമോഷണൽ സംഗതികൾ വെച്ചിട്ട് മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുള്ളൂ. ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ഇതിൻ്റെ ലോജിക്കൽ റീസൺസ് എന്താണ്, ഇതിൻ്റെ യഥാർത്ഥ എവിഡൻസ് എന്നുള്ളത് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക അവർ നടത്തിയ പഠനം തന്നെയുണ്ട്. എന്തൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾ മതം ഉപേക്ഷിച്ചത് എന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ജീവിതം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമെന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ഹ്യൂമൻ റൈറ്റ്സ്, അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി, അവൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്ന സംഗതി.
അവന് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം. ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇതൊന്നും വകവെച്ച് കൊടുക്കാതെ എപ്പോഴും മറ്റൊരാളുടെ അടിമയായിട്ടോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ ജീവിക്കേണ്ട അവസ്ഥയിലോ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് പോലും നിഷേധിക്കുന്ന രീതിയിൽ പല തലത്തിലും നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഭാര്യയാവുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമാകുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ താലിബാനിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ പോകാത്ത അവസ്ഥ, 6ാം ക്ലാസ്സിലാവുമ്പോഴേക്കും കെട്ടിച്ചു വിടുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള സംഗതികൾ കാണുന്നു. കൂടുതലും സ്ത്രീകൾക്കാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്ത്രീകളാണെന്നും നമ്മൾ പറയേണ്ടതായിട്ട് വരും. സ്ത്രീകൾ വിചാരിച്ചാൽ ഈ മതം തകരും എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ കുറേ കാരണങ്ങൾ വെച്ചിട്ട് 60% ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നമ്മൾ അനുഭവിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തുന്ന ആ മതത്തിൻ്റെ നിലപാടാണ് അവരെ മതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് നമ്മളിവിടെ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ ദ അപ്പോസ്റ്റസി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കിട്ടും. വിശദമായിട്ട് നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഒരു കാര്യം. പക്ഷേ ഇപ്പോഴും എം അക്ബർ പറയുന്നത് ഇതൊന്നുമല്ല. നമ്മളെന്തോ അടിച്ചു പൊളിക്കണം, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മറ്റേ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് വിട്ടു, ഇതാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഈ മതം വിടാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മതത്തിൻ്റെ അകത്ത് നിന്നാലാണ് ഇതെല്ലാം വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. നിങ്ങൾക്ക് 4 കെട്ടണോ, നിങ്ങൾക്ക് മതത്തിനകത്ത് നിൽക്കാം. നിങ്ങൾക്ക് 4 കെട്ടിയതിന് ശേഷവും നിങ്ങൾക്ക് അടിമ പെണ്ണുങ്ങളെ പൂശണോ, അതിനും നിങ്ങൾക്ക് നല്ലത് ഇസ്ലാമിനകത്ത് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും പറയുന്നത് കുട്ടികൾ കാണുന്നു. ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോകളാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ആളുകൾ ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അതിനകത്തെ ചില വികൃതികൾ, ചില ഇത്തരം രൂപങ്ങൾ അത് കൃത്യമായ ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ആ നാണക്കേട് ഉണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ചില വാക്കുകൾ ഞാൻ ഉപയോഗിക്കും. അപ്പോൾ വ്യൂവർ ഡിസ്ക്രിപ്ഷൻ അത് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമേ നമ്മൾ യൂട്യൂബിനോട് ഡിക്ലെയർ ചെയ്യുന്ന കാര്യമാണ്, ദിസ് ഇസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇനി അവർ സ്വയം കണ്ട് അത് കേൾക്കുന്നത് നമുക്ക് തടയാൻ കഴിയില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് ഞാനിത് പറയാതിരിക്കണമെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചില വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവർ പറയുന്ന കാരണങ്ങൾ ഇതെന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്? മതം ഉപേക്ഷിച്ച് നമ്മളെപ്പോലുള്ള ആളുകളെ കൊച്ചാക്കുന്ന വർത്താനാണ് ഇവിടെ എം അക്ബർ പറയുന്നത്. നമ്മൾ എന്തിനാണ് മതം വിട്ടത്? ഇസ്ലാമിലെ അടിമത്തം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടിട്ട് അത് ശരിയല്ല എന്ന് തോന്നി, അത് മാനവിക വിരുദ്ധമാണ് എന്ന് തോന്നിയിട്ട് മതം വിട്ട എന്നോട് ഇവർ പറയുകയാണ് നീ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ് മതം വിട്ടത് എന്ന് പറയുമ്പോൾ അതല്ല, എന്തുകൊണ്ടാണ് എന്നുള്ളത് തിരിച്ച് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. ആ പറയുന്ന വിഷയങ്ങളിലെ ഡീറ്റെയിൽസ് ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും. അടിമ പെണ്ണുങ്ങളെ വെച്ച് പൂശിയ കഥ നമ്മൾ പറയേണ്ടി വരും. പൂശുന്ന സമയത്ത് ശുക്ലം കളയുന്നതിനെക്കുറിച്ചുള്ള മുഹമ്മദ് നബിയുടെ ആജ്ഞ അത് നമ്മളിവിടെ അവതരിപ്പിക്കേണ്ടി വരും. അത് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അല്ലാതെ നമ്മളുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ പറയുന്നത് മാതിരി സഹോദരി താങ്കളുടെ നിതംബം എന്നൊക്കെ പറയുന്നത് അതിനൊന്നും നമ്മളെ കിട്ടില്ല. ഉള്ള കാര്യം അങ്ങ് പറയാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫേക്ക് ഒരു ഇമേജ് ഉണ്ടാക്കേണ്ട കാര്യം നമുക്കില്ല എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിനകത്തുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടു തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. അത് ചില ആളുകൾക്ക് ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ടാവും, ചില ആളുകൾക്ക് ഒരെണ്ണം കണ്ടാൽ മതി, ചില ആളുകൾ കാണാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച ആ ബാസിൽ മുർത്തദാക്കിയ കോയ, നമ്മുടെ കോഴിക്കോയ എന്താ പറഞ്ഞത്, അടിമത്തം വിഷയം. ആ ബാസിൽ ആ സംവാദം ഓഫ്ലൈൻ, അതായത് പൊതുവേദിയിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് ധൈര്യസമേതം സമ്മതിച്ച് അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കാണിച്ച പോലത്തെ എന്തോ ഉടായ്പ പരിപാടി കാണിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും മതത്തിനകത്ത് ഉണ്ടാകുമായിരുന്നു എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. അതുപോലെ പറയുന്ന ആളുകൾ വേറെയുമുണ്ട്. ബാസിലിൻ്റെ ഇന്നർ സർക്കിളിൽ പോലും എന്ന് വരുന്നിടത്ത് ആണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വാലിഡ് ആകുന്നത്. ഇതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ എം അക്ബർ പറഞ്ഞത് ആ ഭാഗം ഒന്ന് തീർത്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. അവിടെ ഇസ്ലാമിലാവുമ്പോൾ ആ തിന്മകൾക്കൊന്നും ന്യായീകരണമില്ല. മാത്രമല്ല തിന്മകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതോടുകൂടി ന്യായീകരണമാകുന്നു. അവിടെ ആ ന്യായീകരണമായി അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെല്ലാം കുറിച്ചുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകാ പുരുഷൻ ആയിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് താനും അവിടെ ആ മാതൃകയെയാണ് തകർക്കാൻ വേണ്ടി എക്സ് മുസ്ലിംസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇസ്ലാം വിരോധികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റാണ്. മുഹമ്മദ് നബിയെ മാതൃകയായി വെച്ചുകൊണ്ട് മുഹമ്മദ് നബീനെ ഒരു ചിത്രം വരച്ച അപ്പം തലവെട്ടാൻ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആരാണ് ഈ മുഹമ്മദ് നബി എന്നത് ഇവിടെ സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് ആർക്കും ഇവിടെ ചെയ്യാൻ കഴിയുക? അത് മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകൾക്ക് ആർക്കും ഇവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? അത് ചെയ്തു കഴിഞ്ഞാൽ അവരെ തല പോകുന്ന അവസ്ഥയാണ്.
അപ്പോൾ പിന്നെ നമ്മൾ പറയുമ്പോൾ എന്താ അവരുടെ പ്രശ്നം? പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളടുത്ത് ആ ഡയലോഗ് ചിലവാകുന്നില്ല. കാരണം ഇവരിങ്ങോട്ടൊരു കാര്യം പറയുമ്പോൾ അങ്ങോട്ട് മണി പോലെ ഹദീസുകൾ അങ്ങോട്ട് പോകുന്നു, ചരിത്രം അങ്ങോട്ട് പോകുന്നു, ഖുർആൻ ആയത്തുകൾ അങ്ങോട്ട് പോകുന്നു എന്ന് വരുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഗൂഗിൾ 2 തുറന്നു വെക്കുന്നു. എക്സ് മുസ്ലിമിൻ്റെ ആയത്തുകൾ പരിശോധിക്കാൻ ഒരു ഗൂഗിൾ, മുസ്ലിമിൻ്റെ ആയത്തുകൾ പരിശോധിക്കാൻ ബാസിലൊക്കെ നടത്തുന്ന വെളുപ്പിക്കൽ പരിശോധിക്കാൻ വേണ്ടി മറ്റൊരു ഗൂഗിൾ തുറക്കുന്നു. എന്നിട്ട് രണ്ടും അടിക്കുന്നു. നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് വസ്തുതയായിട്ട് വരുന്നു. അവിടെയാണ് ഇവർ മതം വിടുന്നത്. അപ്പോൾ ഇവിടെ ഇത് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഓക്കെ, ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇതിന് ശേഷമുള്ള വീഡിയോയിൽ കുറേ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ആ സമയത്ത് നമുക്ക് ബാക്കി ആഡ് ചെയ്യാം. ആ തകർക്കാൻ വേണ്ടി ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ കൃത്യമായി ഇസ്ലാമികമായ ബോധനം ലഭിക്കാതിരിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ സ്വാഭാവികമായും തോന്നും അത് ശരി തന്നെയല്ലെന്ന്. കാരണം പുതിയ കാലത്തെ ധാർമ്മികതയുടെ, പുതിയ കാലത്തെ സാമൂഹികമായ അളവുകോലുകൾ വെച്ചുകൊണ്ടാണ് കുട്ടി ചിന്തിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത് എന്ന് പറയുന്നത് നമ്മുടെ നർച്ചറിങ്ങിന്റെ കൂടി അഥവാ നമ്മുടെ വളർത്തലിന്റെ കൂടി പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമാണ് നല്ല പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രശ്നമുണ്ട്, സോഷ്യൽ മീഡിയന്റെ പ്രശ്നമുണ്ട്, നമ്മുടെ എന്റർടൈൻമെന്റിന്റെ പ്രശ്നമുണ്ട്, നമ്മുടെ ഇലക്ട്രോണിക് മീഡിയയുടെ പ്രശ്നമുണ്ട്. അതിനെല്ലാം മുന്നിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ തുറന്നു വെച്ച ഇതിന്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെതിരെയുള്ള ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരുപാട് മലീമസമായ കൊടുങ്കാറ്റുകളുടെ പ്രശ്നം. ആ കൊടുങ്കാറ്റുകൾക്ക് നടുവിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ, അവർക്ക് കൃത്യമായി ഇസ്ലാമികമായ ബോധനം ലഭിക്കാതെ എന്നതിന്റെ പ്രശ്നം. അതിനെന്താണ് പരിഹാരം? ഇസ്ലാമികമായ ബോധനം ലഭിക്കണം. നമ്മുടെ വീടകങ്ങൾ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ആയിത്തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അവർക്ക് ചെറുപ്പത്തിലെ ഇസ്ലാമികമായ ബോധനം കൃത്യമായ അളവിൽ നൽകണം. ഇസ്ലാമികമായ ബോധനം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് നമസ്കാരവും ഇസ്ലാം കാര്യവും ഈമാൻ കാര്യമാണ്. തീർച്ചയായും ഇസ്ലാം കാര്യം ഈമാൻ കാര്യം അടിത്തറയാണ്. പക്ഷേ ആ ഇസ്ലാം ഈമാൻ കാര്യങ്ങളിലെല്ലാമുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ, കുട്ടിയുടെ ഹൃദയത്തിൽ കൃത്യമായി സന്നിവേശിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് നൽകാൻ കഴിയണം. ആ പഠിക്കുന്ന മദ്രസയിലും മതപാഠശാലകളിലും പഠിക്കുന്ന ആ ഇസ്ലാം കുട്ടികൾ വീട്ടിൽ മാതാപിതാക്കളിൽ കാണാൻ കഴിയും. അത് ആ രൂപത്തിലുള്ള സാമൂഹ്യ സൃഷ്ടിയിലൂടെയാണ് ഇത്തരം വെല്ലുവിളികളെ പ്രതിരോധിക്കുവാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും MM അക്ബർ പറഞ്ഞ പ്രകാരം നമ്മൾ ഇന്ന് നമ്മളുടെ വീടകങ്ങൾ ഭക്തിസാന്ദ്രമാക്കാൻ പോവുകയാണ് വിത്ത് അറബി മൂളിച്ച. അതിന് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ ഞാനിവിടെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ മതം പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുമോ ഇല്ലേ? എക്സ് മുസ്ലിങ്ങൾ പറയുമ്പോഴാണല്ലോ പ്രശ്നം, അല്ലെങ്കിൽ മതവിരോധികൾ പറയുന്നു എന്നതാണല്ലോ നിങ്ങളുടെ ഒരു പ്രധാന പരാതി. നമ്മൾ വിരോധികളെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നില്ല. മതത്തിനകത്തുള്ള ആളുകൾ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണ്, കുറച്ചെണ്ണം. കാരണം ഈ സംഗതി ഒന്ന് ക്രോഡീകരിച്ച് നിങ്ങൾ മുന്നിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുക, വിശ്വാസികൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ സാധനം നിഷ്പക്ഷമായിട്ട് ഇത് കേൾക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ നിങ്ങൾ ഒന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ നിങ്ങൾ എന്തായിരിക്കും അതിനകത്ത് കാണുക? ആ പറഞ്ഞ സംഗതി ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, തലച്ചോറ് തന്നെ വേണം കേട്ടോ, ഹൃദയം പറ്റില്ല, അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഹോംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബങ്ങൾ ഏതായാലും ഇവരെ കൊണ്ട് സാധിച്ചില്ല ഇത് ഭക്തി സാന്ദ്രമാക്കാൻ. അപ്പം നമ്മളൊന്ന് ഭക്തി സാന്ദ്രമാക്കി കൊടുക്കാൻ പോവുകയാണ്. പിന്നെ മതബോധം കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കുറച്ചിരി കൂടുതൽ മതബോധം അങ്ങ് കൊടുത്ത് കളയാം. അതാണ് നമ്മളുടെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ എന്ന്. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. തൊലാക്ക് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവല ശരീഅത്ത് ഒരു നിക്കാഹിന്റെ ഇതിപ്പോ ആരെ കുറിച്ചാ പറഞ്ഞത്? മുഹമ്മദ് നബിയെ കുറിച്ച് നമ്മളെന്തോ മോശം പറഞ്ഞെന്നാണ് പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോൾ മുഹമ്മദ് നബി ആ ഭാര്യയെ കണ്ടിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച് അപ്പം തൊലാഖ് അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് കൂട്ടി കൊടുത്തോളണം. ഇതല്ല ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത്. ഇത് എക്സ് മുസ്ലിം അല്ല കേട്ടോ പറഞ്ഞത്, ഇത് ഉസ്താദ് തന്നെയാണ് പറയണത്. ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു മതത്തിൻ്റെ അകത്തുള്ള ഒരാൾ, ഇയാളിത് പറയുന്ന സമയത്ത് നിങ്ങളൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇത് കേൾക്കുമ്പോൾ വാവ് മാഷ തള്ള എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് മാറി നിന്നിട്ട് നമ്മളൊക്കെ നിൽക്കുന്ന ആ ഷൂസിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുക, നിഷ്പക്ഷമായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അതായത് നമ്മളുടെ ബാംഗ്ലൂർ ഡേയ്സിൽ ആ കത്ത് രണ്ടാമത് വായിക്കുന്ന അവസ്ഥ, ദുൽഖർ സൽമാൻ വായിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ,
അതായത് ആദ്യം വായിക്കുമ്പോൾ ഇത് കാശിക്ക് പോയി അവിടെ ആകെ ഡെസ്പായിട്ടിരിക്കുന്ന ഒരു വായനയും, രണ്ടാമത് ഗോവയിൽ ഇരുന്നിട്ട് വായിക്കുന്ന പോലെ ഒരു വായനയും. ആ രണ്ടാമത്തെ വായന നിങ്ങൾ വായിക്കുമ്പോഴാണ് ഇതിൻ്റെ കള്ളക്കളികൾ നിങ്ങൾക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ പോക്കിരിത്തരങ്ങൾ, ഇതിൻ്റെ മുഹമ്മദ് നബി എത്രമാത്രം തെണ്ടിത്തരമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് അപ്പോഴേ കിട്ടുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സംഗതി ഇവിടെ പ്രസംഗമായിട്ട് പുറത്തു വന്നപ്പോൾ ഇതുപോലെയുള്ള ഉസ്താദുമാരെ പൂട്ടണം, ഇവരൊന്നും ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് വരെ പറയുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ മുഹമ്മദ് നബിയെ കൊച്ചാക്കുന്നു എന്ന് പറയും. ഇത് ഉസ്താദ് പറയുമ്പോൾ എന്താ നിങ്ങൾ പറയുക? ഇതേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി ഇത് നിങ്ങളുടെ ആ ഭക്തിസാന്ദ്രമായ ആ അകത്തളങ്ങളിൽ ഇതങ്ങ് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മതബോധം വർദ്ധിക്കുമോ കുറയുമോ? ഇതാണ് നമ്മളുടെ ചോദ്യം. ഒന്നാമതൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇതിപ്പോൾ മുഹമ്മദ് നബിയുടെ ഒരു കാമകേളി സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഉദാഹരണം വെച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ പലതും ഉണ്ട്. മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന സമയത്ത് മുഹമ്മദ് നബി അവിടെ ചെല്ലുമ്പോൾ ആ ആയിഷ പാവയെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് ആയിഷ ഭയങ്കര 6 വയസ്സായിരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കരമായ ഇതായിരുന്നു എന്നാണ് പറയുന്നത്. വളർച്ച പൂർണ്ണമായി നിൽക്കുന്ന ആളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര പക്വതയായിരുന്നു എന്ന്. പക്വതയുള്ള ആൾ പാവയൊക്കെ വെച്ച് കളിക്കുന്നു എന്നതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുന്നതും. അതിൽ ഉസ്താദുമാർ പ്രസംഗിക്കുമ്പോൾ അവർ കുറച്ചും കൂടി പൊലിപ്പിക്കൽ അതിനകത്ത് വരും. എന്താണ് ആ പൊലിപ്പിക്കൽ? മുഹമ്മദ് നബി പോയപ്പോൾ കൊണ്ടുപോയത് കാഞ്ചീപുരത്തിൻ്റെ പട്ടുസാരിയല്ല, സ്വർണ്ണമാലയല്ല, കൊണ്ടുപോയതൊരു പാവയാണ് എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. എന്തിനാ പാവ കൊണ്ടുപോകുന്നത്? ഒരു മുതിർന്ന പെണ്ണിനെ, കല്യാണം കഴിച്ച പെണ്ണിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മളൊക്കെ എന്താ കൊണ്ടുപോവുക? അതാണോ മുഹമ്മദ് നബി കൊണ്ടുപോയത്? അല്ല. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഈ മുഹമ്മദ് നബി എന്നുള്ളത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റൊരു വശം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ആയിഷ കല്യാണത്തെ വിമർശിക്കുന്നു? നമ്മളെപ്പോഴും പറഞ്ഞു മടുത്തതാണ്, എന്നാലും വീണ്ടും ഇവരത് വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതപ്പോൾ നമുക്ക് പറയാം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇസ്ലാമിലെ അമ്മ പെങ്ങൾ ഭോഗം. ഇവരേറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് പറയാം. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു അമ്മ പെങ്ങൾ ഭോഗമുണ്ട്. ഇസ്ലാമിൽ നിങ്ങളുടെ സ്വന്തം മകളെ നിങ്ങൾക്ക് ലൈംഗികമായിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരെണ്ണം തൽക്കാലം പിടിക്കും. അത് കേട്ടിട്ട് നമുക്ക് അടുത്ത ഭക്തിസാന്ദ്രമായ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. മോന്റെ മോള് മോളെ മോള് ആ കീപ്പട്ട് എത്ര പോയാലും വേണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അടാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാഇ സിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ. മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്. ഓള് മഹറമല്ല. അടിപൊളി. യഥാർത്ഥത്തിൽ ഇവന്റെ നെതൃത്വത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്. അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ നെതൃത്വത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ നെതൃത്വത്തിൽ നിന്നിട്ട് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല. ഇവൻ ആ കുട്ടീന്റെ വാപ്പയല്ല, ആ കുട്ടി ഇവന്റെ മകളുമല്ല, അന്യ ഒരു പെൺകുട്ടിന്റെ സ്ഥാനം. ഇനി മക്കളെ കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പം നമ്മൾ കേട്ട എന്താണ്? അതായത് സ്വന്തം മകളെ ഒരാൾക്ക് അവിടെ വിവാഹം കഴിക്കാം, അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. എന്താ കാരണം? ആ സ്വന്തം മകള് വ്യഭിചാരത്തിലുണ്ടായാൽ മതി. വ്യഭിചാരത്തിലുണ്ടായ സ്വന്തം മകളെ വേണമെങ്കിൽ കല്യാണം കഴിക്കാമെന്നാണ് ഈ പറഞ്ഞത്. ഇത് ഇസ്ലാമിലെ അധ്യാപനമാണ്. ഇതവിടെ നിൽക്കുന്നു. ഇതുണ്ടായിരിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ, മതം വിടുന്നവർ മുഴുവൻ അമ്മ പെങ്ങളെ ഭോഗിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. നിങ്ങൾക്ക് അമ്മയും പെങ്ങളെയും ഭോഗിക്കണോ? നിങ്ങൾ ഇസ്ലാമിനകത്ത് നിന്നാൽ മതി. അതാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കേട്ടത്. ഇതാണ് ഇസ്ലാമിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പെങ്ങളെ ഭോഗിക്കാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഇനി ആദം ഹവ്വ അത് കഥ എടുത്തു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ്? അവിടെയും ഈ ആദാമും ഹവ്വയും ഉണ്ടായി, പിന്നെ അവരിലൂടെ മക്കളുണ്ടായി എന്ന് നിങ്ങൾ പറയുമ്പോൾ അവിടെ ഇൻസെസ്റ്റ് ഇല്ലാതെ, അമ്മ പെങ്ങൾ ഭോഗമില്ലാതെ എങ്ങനെയാണ് ബാക്കി തലമുറകൾ ഉണ്ടാവുക? ഇത് നിങ്ങൾ ആലോചിച്ചാൽ പോരെ.
അത് പറയുമ്പോൾ കുറച്ച് അങ്ങ് കടന്നു പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ഞാൻ പറയാതെ ഇത് തന്നെ എടുത്തത്. ഇത് നിലവിൽ നിങ്ങൾക്കൊരു വ്യഭിചാരത്തിലൊരു പെൺകുട്ടി ഉണ്ടായാൽ ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പഠിപ്പിക്കുന്ന കിതാബ്, എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. ഇതാണ് നിങ്ങളിവിടെ കേട്ടത്. ഇത് ഖുറാനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്നത്. ഇത് വേറെ ഒന്നുമല്ല. ഇത് പറയുന്നത് മുസ്ലിമായിട്ടുള്ള ഇതിൻ്റെ മുതലാളിയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുതലാളിയുടെ അടുത്ത് നിങ്ങൾ ചെല്ലുക, എന്താ മുതലാളി ഇങ്ങനെയൊക്കെ പറയണതെന്ന് അവിടെ പോയിട്ട് ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട. ഞാൻ പുള്ളി പറഞ്ഞത് ഇത് ജസ്റ്റ് കോട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിലെ ആദ്യം കണ്ടത് മുഹമ്മദ് നബിയുടെ കോഴിപ്പിടുത്തം. രണ്ടാമത്തത് ഇപ്പോൾ ഇസ്ലാമിലെ അമ്മ പെങ്ങൾ ഭോഗം. ഇനി ഇസ്ലാമിലെ കള്ളവെടി. ഇതാണ് ഇനി അടുത്ത് കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ, ഇത് നമ്മളുടെ മറ്റൊരു ഉസ്താദാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് ഭക്തിസാന്ദ്രമാകണം കേട്ടോ. അതെ, അറബി മൂളിച്ചയുടെ കുറവുണ്ടെന്ന് ആരും പറയരുത്. കേട്ടോളൂ. എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം കള്ളവടി വെച്ചത്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ വലിയ സംഭവമായിട്ട്. അതായത് ഹഫ്സ എന്ന സ്വന്തം ഭാര്യ, ആ ഭാര്യയുടെ ദിവസമായിരിക്കെ മുഹമ്മദ് നബി ഭാര്യയെ പറ്റിച്ച് പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടിലുണ്ടായിരുന്ന തൻ്റെ സമ്മാനം കിട്ടിയ അടിമയെ പൂശി. ഇതിനെയാണ് ഇപ്പോൾ ഉസ്താദ് വലിയ ഡെക്കറേഷൻ കൊടുത്ത് പറഞ്ഞത്. ഇതിനെ പച്ച മലയാളത്തിൽ പറയും കള്ളവടി വെച്ചു എന്ന്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി. സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, അത്തഫ്അലു ഹാദാ ഫീ ബൈതി ഫീ യൗമി, എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? യു ചീറ്റ്. ഇതാണ് സംഭവം. അതാണ് അവിടെ വിളിച്ചത്. അതിനാണ് ഇത്ര വലിയ ഡെക്കറേഷൻ കേട്ടോ. ഡെക്കറേഷനോട് ഡെക്കറേഷനാണ്. അത് അവർക്ക് നബിയായി പോയില്ല, ഇച്ചിരി ഡെക്കറേഷൻ കിടക്കട്ടെ. ഇഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹാ ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊന്ന് അടങ്ങെൻ്റെ പെണ്ണെ, ഇനി ഞാൻ ചെയ്യൂല എന്ന് നമ്മളിപ്പോൾ പിടിച്ചാൽ നമ്മൾ പറയുമല്ലോ, അതാണ് അവിടെ. അതിനാണ് ഇത്രയും ഡെക്കറേഷൻ. എത്രമാത്രം ഡെക്കറേഷനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന് അറബി മൂളിച്ചയും കൂടി അങ്ങ് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ അറബി മൂളിച്ചിടുമ്പോൾ നിങ്ങൾക്കത് ഒരു വിഷമമായിട്ട് തോന്നും. അതേസമയം ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് അറബി മൂളിച്ച മാറ്റിയിട്ട് വേറൊരു മ്യൂസിക് ഇടാം. അപ്പോൾ കുറച്ചുകൂടി ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു സാധനം അവിടെ എനിക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല. അതല്ലെങ്കിൽ ഹഫ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല, അനുചരന്മാര് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്തു പരിശോധിച്ചു നോക്ക്. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. ഓ പ്രവാചകരെ, ലിമ തുഹർരിമു, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ? കണ്ടില്ല, ആ എഫക്റ്റ് മാറും. നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ബാംഗ്ലൂർ ഡേയ്സിൽ കത്ത് വായിക്കുന്ന മോഡലിൽ നിങ്ങൾ ഇസ്ലാം പഠിച്ചാൽ മതി. ഭക്തിസാന്ദ്രമാകുമ്പോഴാണ് ഈ പ്രശ്നമാവുന്നത്. ഈ ചളിയും ഇത്തരത്തിലുള്ള തെണ്ടിത്തരമൊക്കെ നിങ്ങൾക്ക് ഈ അറബി മൂളിച്ചയുടെ ബാക്ക്ഗ്രൗണ്ട് ആ ഫീലിൽ നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ ഇതൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ആ അറബി മൂളിച്ച് അങ്ങോട്ട് ഓഫാക്കുക. എന്നിട്ട് ഇത് ഈ സാധനം അങ്ങോട്ട് ഇടാം. എന്നിട്ട് അതങ്ങോട്ട് കേൾക്കുക. അപ്പോൾ സാധനം അങ്ങോട്ട് ശരിയാവും. ഇങ്ങനെയാണ് എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്നാണ് എനിക്കിപ്പോൾ എപ്പോഴും പിടികിട്ടാത്ത. അതാണ്. ഏതായാലും ബാക്കി കൂടി കേട്ടിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ. അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത്, വ്യഭിചാരമായിരുന്നില്ല അത്. എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത്?
നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു. ഏറ്റവും വലിയ വീഡിയോ മാറിപ്പോയി. ഇനി അടുത്തത് അറബി മൂളിച്ച് നമ്മൾ ഇട്ടിട്ട് വീണ്ടും കേൾക്കാം. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലുണ്ടാക്കിയാൽ മതി. അറബി മൂളിച്ച് ഇടുമ്പോഴാണ് ഈ പ്രശ്നം. ഈ അറബി മൂളിച്ച വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതാണ് ഈ കുഴപ്പം. ഈ ഭക്തി സാന്ദ്രമാകാതെ നിങ്ങൾ കാര്യങ്ങളെ അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ, അതിൻ്റെ എത്തിക്കൽ വ്യൂ പോയിന്റിൽ അതിൻ്റെ ആ ധാർമ്മികമായ ആ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. മുഹമ്മദ് നബി ചെയ്തത് ശരിയാണോ? ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോൾ അതിനെ കണ്ടിട്ട് ഓൾ ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറയുന്നൊരവസ്ഥ ശരിയോ തെറ്റോ നിങ്ങൾ ചിന്തിക്കുക. അറബി മൂളിച്ചിടാതെ ചിന്തിക്കുക. അതേപോലെ ഈ വ്യഭിചാരത്തിൽ പറഞ്ഞ കുട്ടിയെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സാധനം നിങ്ങൾ കേൾക്കുമ്പോൾ അറബി മൂളിച്ച് ഓഫാക്കിയിട്ട് നിങ്ങളത് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയാണോ ഈ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടു സ്വന്തം ഭാര്യയുടെ ദിവസം സ്വന്തം ഭാര്യയുടെ കട്ടിലിട്ടിട്ട് അടിമപ്പെണ്ണിന്, അതും കൂടി ആലോചിക്കണം, അടിമപ്പെണ്ണാണ്, സമ്മാനം കിട്ടിയ അടിമപ്പെണ്ണ്, സമ്മാനം വാങ്ങിക്കുന്ന ഒരു പ്രവാചകൻ. സമ്മാനം എവിടെ നിന്നാണ് കിട്ടിയത്? തൗഹീദിന് വേണ്ടി ക്ഷണിച്ചു ഒരു രാജാവിനെ. രാജാവ് പറഞ്ഞിട്ട് പൊന്നു മുഹമ്മദ്, തൽക്കാലം ഞാനിപ്പോൾ എൻ്റെ ദൈവമായിട്ട് ജീവിച്ചു പൊക്കോളാം, ഇജ്ജ് വേണേ ഈ അടിമകളൊക്കെ സ്വീകരിച്ച് നീ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വലത് കയ്യിൽ ഒരു അടിമ, ഇടത് കയ്യിൽ മറ്റൊരു അടിമ, രണ്ടിനെയും വെച്ചു കൊടുത്തു. നടുക്കും വേറെ വെച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും അത് കിട്ടിയപ്പോൾ മുഹമ്മദ് ഹാപ്പി. മൂപ്പർക്ക് പിന്നെ തൗഹീദും വേണ്ട, പടച്ചോനും വേണ്ട, ഒന്നും വേണ്ട. ആ മാര്യത്തിനായിട്ട് പുള്ളി അങ്ങ് പോയി. ഇതല്ല ഇവിടെ ഉണ്ടായത്. അപ്പോൾ തൗഹീദ് വേഴ്സസ് പെണ്ണ്, അടിമപ്പെണ്ണ് എന്ന് വന്നപ്പോൾ മുഹമ്മദ് നബി അവിടെ സ്വീകരിച്ചത് അടിമപ്പെണ്ണിനെയാണ്. ഇതാണോ ഇസ്ലാമിലെ തൗഹീദ് എന്ന് പറയുന്നത്? ഇത്രയും നമുക്ക് ചോദിക്കാനുള്ളൂ. ഇവിടെ നമുക്ക് എന്താണ് അതിനകത്തൊരു ഔന്നിത്യം നമുക്ക് കാണാനുള്ളത്? ഇതിനകത്ത് എന്താണ് ഒരു പ്രത്യേകത നമുക്ക് കാണാനുള്ളത്? ഇത് നമ്മൾ അറബി മൂളിച്ച ഓഫാക്കിയിട്ട് ചിന്തിച്ചു. അതാണ് നമ്മൾ എക്സ് മുസ്ലിം ആവാൻ കാരണം. ഇനിയുണ്ട്, ഞാൻ ഇവിടെ നിർത്തുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഇസ്ലാമിലെ ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ധാർമ്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ലൈംഗികത ഇതാണല്ലോ. മുഹമ്മദ് നബിയുടെ ലൈംഗികതയാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടിയും അടുത്തൊരു ലെവൽ, അതായത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വ്യൂ പോയിൻറ്റ്, അതല്ലെങ്കിൽ ഒരു സൊസൈറ്റൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഒരു വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ കൂടി കാണാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന പേഴ്സണൽ ആൻഡ് സൊസൈറ്റൽ ഇഷ്യൂ, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ വേറെയും വിഷയം വരികയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ സ്ലേവറി പറയുമ്പോൾ, ഈ അടിമപ്പെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ. അത് വേറെ ഉണ്ട്, നമ്മൾ പറഞ്ഞു മടുത്തുകൊണ്ട് ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. തെരഞ്ഞെടുത്ത ഭക്തിസാന്ദ്രമാക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന 2-3 എണ്ണം ഞാൻ പെറുക്കിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് കേൾക്കാം. ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്, നിങ്ങളൊരു നന്മ ചെയ്തു പക്ഷേ നിങ്ങൾ മുസ്ലിം അല്ല, എന്ത് സംഭവിക്കും? ഒരു സാധാരണ മുസ്ലിം ചിന്തിക്കുന്ന എന്താണ്? നിങ്ങൾ നന്മ ചെയ്ത് നല്ല വിശ്വാസിയായിട്ട് നടന്നാൽ ഏത് ദൈവത്തെ വിശ്വസിച്ചാലും നിങ്ങൾക്ക് കറങ്ങിത്തിരിഞ്ഞ് സ്വർഗ്ഗത്തിലെത്താം എന്നായിരിക്കുമല്ലോ നിങ്ങൾ ധരിക്കുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത്, എന്നെ മുക്കിക്കൊന്ന മറ്റേ ആഴക്കടലായത്തും പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ എത്ര നന്മ ചെയ്താലും, നിങ്ങൾ അള്ളാഹുവിൽ അന്ത്യപ്രവാചകനിൽ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നന്മ എന്ന് പറയുന്നത് അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്, അല്ലെങ്കിൽ അത് ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ്. ഇങ്ങനെയാണ് ആ ഹദീസ് അല്ലെങ്കിൽ ആ ആയത്ത്. അതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ മതം പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണ്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ജീവിതത്തിൽ മുഴുവൻ നന്മ ചെയ്താലും അയാൾ സ്വർഗ്ഗത്തിലെത്തില്ല. കാരണം എന്താണ്? അയാൾ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. അയാൾ അയ്യപ്പനെ വിളിച്ചു, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വിളിച്ചു. ഇതാണ് പ്രശ്നം. ഇത് നമ്മൾ പറയുമ്പോഴല്ലേ പ്രശ്നം. നമ്മൾ മുജാഹിദ് അണ്ണൻ പറയട്ടെ, ഏറ്റവും വലിയ ദുൽമ വ്യഭിചാരമല്ല, ഏറ്റവും വലിയ ദുൽമ അത് പറയാൻ പറ്റുമോയി. ഈ ഏറ്റവും വലിയ ലുൽമ് എന്ന് പറയുമ്പോൾ, ഏറ്റവും വലിയ സിൻ എന്ന് പറയുമ്പോൾ, സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും അള്ളാഹു പുറത്ത് തരും. അങ്ങനെ തന്നെ പറയുന്ന ഉസ്താദുമാർ വേറെയുണ്ട്. ഞാനത് ഇംഗ്ലീഷിലായതുകൊണ്ട് ഇന്നിവിടെ എടുത്തില്ല. വേറെയും കുറേ ഇംഗ്ലീഷ് വരുന്നുണ്ട്. സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും അള്ളാഹു പുറത്ത് തരും. പക്ഷേ ഷിർക്ക് ചെയ്താൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു പുറത്ത് തരില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും വിശ്വാസികൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ വന്നാൽ നമുക്ക് അതിൻ്റെ വീഡിയോ മുന്നേ ഇവിടെ ഇട്ടതുണ്ട്. ഏതോ ഒരു കോയ കോളിങ്ങിൽ അതിൻ്റെയൊക്കെ വിഷ്വൽസ് നമ്മൾ ഇട്ടതുണ്ട്. നിങ്ങളെല്ലാ കോയ കോളിങ് ഇരുന്ന് കാണുക, എങ്ങനെയാണ് വിശ്വാസികൾ ഇതിനോട് പ്രതികരിക്കുന്നതെന്ന് അറിയാം. അങ്ങനെയാണല്ലോ എനിക്ക് 1 മില്യൺ വ്യൂ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കണ്ട് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി പറയട്ടെ. സിനിമ കാണലല്ല ഏറ്റവും വലിയ ദുൽമ, ആളക്കൊല്ലലല്ല ഏറ്റവും വലിയ ദുൽമ, പലിശ കൊടുക്കല്, അതൊക്കെ ദുൽമ. ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ അമ്മ ഒരിക്കലും പൊറുക്കാത്തത്, അതായത് ഒരാള് മൊയ്തീൻ ഷെയ്ഖയെ രക്ഷിക്കണേ എന്ന് പറയും, മമ്പറമങ്ങളെ കാക്കണേ എന്ന് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നെ രക്ഷിക്കണേ എന്ന് പറയും, അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല. പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. വാക്കുകൾ കട്ടുമുറിച്ച് ക്ലിപ്പിടുന്ന ഒരു സമ്പ്രദായം പ്രത്യേകിച്ച് എന്റേത് കൂടുതലും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഈ സാധനം
യൂട്യൂബ് വീഡിയോ പോയി എടുത്ത് എന്നിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇറക്കുന്നത്. നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇത് ഇട്ട് കഴിയുമ്പോൾ കാക്കമാർ വിശ്വാസികൾ വന്നിട്ട് പറയുന്നത് അത് നീ കട്ട് മുറിച്ചതാണെന്ന്. അപ്പോൾ ബാലുശ്ശേരി എന്നെ പറയുന്നുണ്ട് ഞാനത് കട്ട് മുറിക്കാതെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഒരായത്ത് മുകളിൽ ഒരായത്ത് താഴെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് മുറിച്ചു എന്ന് ഞാൻ പറഞ്ഞ ആരും അറ്റം വെട്ടുന്ന പരിപാടി എനിക്കില്ല. ഞാൻ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന കേസൊക്കെ കൊടുത്ത് തോറ്റിരിക്കുന്ന ആളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല, ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല, എല്ലാവർക്കും നല്ല സേവനം ചെയ്തു. അയാൾ സ്വർഗത്തിലെത്തുവോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. ഒരു മുസ്ലിം 5 നേരം കൃത്യമായിട്ട് നിസ്കരിച്ചു, എല്ലാ വർഷവും പോയിട്ട് ഉംറ ചെയ്തു. അയാളുടെ ജീവിതത്തിലെ ഒരു 20 വയസ്സ് മുതൽ 45 വരെ അയാൾ ജീവിച്ചു. 25 കൊല്ലം അയാൾ ഉംറ ചെയ്തു. എന്നിട്ട് അയാൾ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ പരിമളം ഈ മനുഷ്യന് കിട്ടൂല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന എന്റെ പ്രസംഗം കേൾക്കുന്നവരോട്, എങ്കിൽ ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതല്ലേ? പ്ലാച്ചിമടയേക്കാൾ, എക്സ്പ്രസ് ഹൈവേയേക്കാൾ, കൊക്കക്കോളയേക്കാൾ ഈ വിഷയമല്ലേ ചർച്ച ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. പെപ്സി കുടിച്ചതിന്റെ പേരിൽ നരകത്ത് പോയാ പള്ള കേടരും. ഇങ്ങനെ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? നിങ്ങൾക്ക് വ്യഭിചരിക്കാം, പലിശ വാങ്ങിക്കാം, ആളെ കൊല്ലാം ഒക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഷിർക്ക് ചെയ്താൽ നിങ്ങൾ നരകത്തിൽ എത്തും. മറ്റുള്ള സാധനമൊക്കെ നിങ്ങൾ ചെയ്താലും ഷിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെത്തും എന്നും കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഷിർക്ക് എന്ന് പറയുന്ന സാധനമാണ് ഗൗരവം. പ്ലാച്ചിമടയേക്കാൾ, കൊക്കക്കോളയേക്കാൾ, എക്സ്പ്രസ് ഹൈവേയേക്കാൾ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ, അതുപോലെ വ്യഭിചാരത്തേക്കാൾ, കള്ളുകുടിയേക്കാൾ, നമ്മളുടെ മയക്കുമരുന്നിനേക്കാൾ, ഒരാളെ കൊല്ലുന്നതിനേക്കാൾ, എല്ലാത്തിനേക്കാൾ വലുത് ഷിർക്കാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വന്ന എന്താണ്? ഓഹോ, അപ്പോൾ ഗാന്ധിജിയൊക്കെ നരകത്തിൽ, നെൽസൺ മണ്ടേല, ഈ അടിമത്തമൊക്കെ നിരോധിച്ച അബ്രഹാം ലിങ്കനെ പോലെയുള്ള ആളുകൾ നരകത്തിൽ, അല്ലെങ്കിൽ നെൽസൺ മണ്ടേല നരകത്തിൽ, നമ്മളുടെ അങ്ങനെ പല പല ആളുകൾ, നമ്മളുടെ മുന്നിൽ ജീവിക്കുന്ന പല ആളുകൾ, ഇനിയിപ്പോൾ അങ്ങനെ വലിയ പേര് കേട്ട ആളുകളൊന്നും വേണ്ട. ഇപ്പോൾ നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ വീടിൻ്റെ അടുത്ത് ചില ആളുകളുണ്ട്, അവർ മറ്റേ ഭാസ്കരേട്ടൻ അങ്ങനെയൊക്കെ പറയുന്ന പേരുകളുള്ള ആളുകൾ, അവരുടെ കടയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു മിഠായിയൊക്കെ നമ്മളോട് സ്നേഹത്തിലൊക്കെ തരുന്ന ആളുകൾ, നമുക്ക് അവരോടൊക്കെ വലിയ ഒരു സന്തോഷമാണ് അവരെയൊക്കെ കാണുമ്പോൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഉമ്മാടെ വീട്ടിലേക്ക് പണ്ട് പോകുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തൊരു മുറുക്കാൻ കട, അവർ ചെറിയ കടയാണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ കണക്കൊക്കെ കൂട്ടി പോരാൻ നേരത്ത് ചിലപ്പോൾ ഒരു മിഠായിയൊക്കെ കൈവച്ച് തരും. അവരെയൊക്കെ നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു അവിടെ പോകാനും കാണാനും. നമ്മൾ വല്ലപ്പോഴൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ പിന്നീട് നമ്മൾ ആലോചിക്കുകയാണ്, ഓ ഇയാൾ മുസ്ലിം അല്ലല്ലോ, അപ്പോൾ ഇയാൾ നരകത്തിലേക്കല്ലേ എന്ന ചിന്ത നമ്മളെ മനസ്സിൽ വരികയാണ്. കുട്ടികളായിരിക്കുമ്പോൾ വരികയാണ് പതിയെ പതിയെ. ഇന്ന് ഇപ്പോൾ കോയാ കോളിങ്ങിലേക്ക് വിളിക്കുന്ന പല ആളുകളും, അല്ലെങ്കിൽ നമ്മളുടെ ഓൺലൈൻ ഇതിനകത്ത് മീറ്റിങ്ങിലേക്കൊക്കെ വിളിക്കുന്ന പല ആളുകളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവർ കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന ജോലി സ്ഥലത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരെ ക്ഷണിക്കുന്നു. ഇവിടെ ഉസ്താദന്മാർ പ്രസംഗിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു റൂംമേറ്റ്സ് ആയിട്ട് നിങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ 14 വർഷം നിങ്ങൾ ജീവിച്ചിട്ടും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദുവിനെ, ക്രിസ്ത്യാനിയെ, മതമില്ലാത്തവനെ നിങ്ങൾക്ക് മതത്തിലേക്ക്, തൗഹീദിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജിതനാണ് എന്ന് പ്രസംഗിക്കുന്ന മൊല്ലാക്കന്മാരെ നിങ്ങളോട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഇസ്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ആ അറബി മൂളിച്ച ഓഫാക്കി വെച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രശ്നം തോന്നുകയാണ്, ഇതിലെന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ മതം വിടുന്നത്. ഏതായാലും ഇതൊക്കെ വീണ്ടും ഇതേപോലെ ക്രോഡീകരിച്ച് ആവർത്തിച്ച് പറയാനുള്ള ഒരവസരം ഉണ്ടാക്കി തന്ന എം അക്ബറിന് വലിയ നന്ദി. എങ്ങനെയാണ് ഇസ്ലാം ഇവിടെ പൊളിയുന്നതെന്നുള്ളതിൻ്റെ കാരണം ഇതൊന്നുമല്ല. നിങ്ങൾ ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ, തലച്ചോറുകൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഇന്ന് വിവരങ്ങൾ അറിയാനുള്ള വഴികളുണ്ട്. ഇതൊക്കെ ഏതോ കാലം ഇവരൊക്കെ പറഞ്ഞു വെച്ച സാധനങ്ങളാണ്. പക്ഷേ ഈ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞതായാലും ശരി, അത് പൂഴ്ത്തി വെച്ചാലും ശരി, അത് പുറത്ത് വന്ന ആളുകൾ കേൾക്കാനും ആ പറഞ്ഞതിൻ്റെ വസ്തുതകൾ അന്വേഷിക്കാനുമുള്ള സാധ്യത ഇവിടെ ഉള്ളതുകൊണ്ട് അത് ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ജനറേഷൻ Z ആണെങ്കിലും ആൽഫയാണെങ്കിലും ഇനി അതിന് മുന്നേ ഉള്ളതാണെങ്കിലും ആര് തന്നെയാണ്, ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കൂടുതൽ ഉപയോഗിച്ച് ആ ഒരു കാലഘട്ടം നമ്മളുടെ ജനറേഷൻ മുതലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാസറ്റ്, ഫ്ലോപ്പി ഡിസ്ക് അതൊക്കെ കണ്ടു വളർന്ന ആളുകളാണ് ഞാനൊക്കെ.
അതിൽ നിന്ന് പിന്നെ CD-യിലേക്ക് വരുന്നു, പിന്നെ DVD-യിലേക്ക് വരുന്നു, ബ്ലൂറേ ഡിസ്ക് വരുന്നു, ഇപ്പോൾ അതേ പെൻ ഡ്രൈവ് വരുന്നു. ഇപ്പോൾ അതും വേണ്ട, ഇപ്പോൾ അതേ ക്ലൗഡിൽ നമ്മൾ സ്ട്രീം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത് നിങ്ങൾ ആലോചിക്കുക. നമ്മൾ പണ്ട് VCR മറ്റേ സ്കൂള് അടയ്ക്കുമ്പോൾ വെക്കേഷന് VCR വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് കാസറ്റ് ഇട്ടിട്ട് സിനിമ കണ്ടിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. അത് മാറി ദൂരദർശനമൊക്കെ കണ്ടിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ഇവിടെ OTT പ്ലാറ്റ്ഫോമിൽ കാണുന്ന അത്രയും വലിയൊരു ഗ്യാപ്പിൽ ജീവിച്ച ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എവിടെയാണ് ഈ പോണേന്നുള്ളത്, എവിടേക്കാണ് ഇത് കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ പറയുമ്പോഴാണുള്ള പ്രശ്നം. നമ്മൾ പറയാതെ തന്നെ പറയുന്ന കുറച്ച് ആളുകൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അത് അവർ പറഞ്ഞോളൂ, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞെന്നുള്ളൂ, മാപ്പാക്കുക. ഓക്കെ. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ എല്ലാവരും വിശ്വാസികളാകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാനിവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പറയാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നുപോയതാണ് എന്ന് വിചാരിച്ചിട്ടാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇതും കൂടി കേട്ടിട്ട് അത് പറയാം. മതം വിട്ടവനെ കൊല്ലണം. ഈ ഒരു വിഷയം ഞാൻ ഈ മതം വിടുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കുറേ കാരണങ്ങൾ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, കാരണം ഇതൊരു വലിയൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണിത്. അതായത് നമ്മളിന്ന് ജീവിക്കുന്ന ലോകത്ത് ഇവിടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ഉപേക്ഷിച്ച് ജീവിക്കാനും മതമില്ലാതെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നിടത്ത് ഇസ്ലാം പറയുകയാണ് നിങ്ങൾ മതം ഉപേക്ഷിച്ചാൽ നിങ്ങളെ കൊല്ലണം എന്ന്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനും എൻ്റെ പെങ്ങളും കൂടി അടിയുണ്ടാക്കി അങ്ങനെ ഒരു സാധനം ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വലിയ തല്ലൊക്കെ കൂടിയിട്ടുള്ളതാണ്. തെളിയിച്ച് ഞാൻ കൊടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. പിന്നെ അതിനുശേഷം അതിനെക്കുറിച്ച് തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇന്നും ഇസ്ലാം മതത്തിനകത്തുള്ള ആളുകൾക്ക് ഇത് അറിയില്ല, ഇസ്ലാമിലെ നിയമം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ചാവുന്നില്ല, കൊല്ലുന്നില്ല എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന കുറേ അമ്മാവന്മാരും അമ്മായിമാരൊക്കെ ഇവിടെ ഉണ്ട്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇന്ത്യ ആയതുകൊണ്ടാണ് നമ്മൾ ചാവാത്തത്, കൊന്ന വിവരം അറിയും എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ കൊന്നിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ ഉയർത്തിയിട്ടുള്ള ആ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിലയിൽ നമ്മൾ ഉയർത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നിരന്തരം പറയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ അത്തരം വിഷയങ്ങൾ ഇവിടെ കൺട്രോളായി പോകുന്നു. എന്നാൽ ഇവിടെ മതനിന്ദ നടത്തിയെന്നതിൻ്റെ പേരിൽ കൈവെട്ടും കാൽവെട്ടും തലവെട്ടും ഒക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ഈ മതനിന്ദാ നിയമം വേരൂന്നുന്നതിന് തന്നെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സാധാരണ പറയാറുണ്ടായിരുന്ന 295A എന്ന് പറയുന്ന ആ ഒരു നിയമം ഇവിടെ വരുന്നതിന് 153A ഒക്കെ വരുന്നതിന് കാരണം ഏതാണ് ആ വിഷയം? അതായത് ഒരു കാലഘട്ടത്തിൽ 1920s ഇവിടെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അല്ല ഇവിടെ ആദ്യം ഒരു കിതാബ് ഇറങ്ങിയത്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അഹമ്മദിയാക്കൾ അടക്കമുള്ള ആളുകൾ അന്ന് അവിടെ കൃഷ്ണനെയും അതുപോലെ ചില സന്യാസിമാരെയൊക്കെ അവിടെ വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പുസ്തകം ഇറക്കുന്നു. ആ പുസ്തകം ഇറക്കിയ സമയത്ത് അതിന് മറുപടി എന്നോണം അന്ന് മറ്റൊരു വ്യക്തി അതിന് മറുപടിയായിട്ട് രംഗീല റസൂൽ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം ഇറക്കുന്നു. ഈ പുസ്തകം ഇറക്കിയപ്പോൾ അത് എഴുതിയ ആളുടെ പേര് വെച്ചില്ല, പകരം പബ്ലിഷറുടെ പേരേ വെച്ചിട്ടുള്ളൂ. എഴുതിയ ആൾക്ക് അപ്പോഴും പേടിയായിരുന്നു. അങ്ങനെ ആ പബ്ലിഷറെ പേര് വെച്ച് അത് ചെയ്തു. അതിൻ്റെ പേരിൽ അയാളെ ഫ്രെയിം ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ആദ്യം മതനിന്ദ നടത്തിയ ആളുകൾ അവർക്ക് മറുപടിയായിട്ട് അതേ നാണയത്തിൽ മറ്റൊരു പുസ്തകം ഇറക്കിയപ്പോൾ ഇവർ ചെയ്തത് എന്താണ്? ആദ്യം ഇറക്കിയ ആളുകൾക്ക് വേണമെങ്കിൽ ഇവർ ചെയ്ത ഈ പണി അന്ന് ചെയ്യാമായിരുന്നല്ലോ, അവർക്കെതിരെ കേസിന് പോവാം, അവരെ തല്ലാനും കൊല്ലാനും നടക്കാം. അതല്ല അവർ ചെയ്തത്. ഹിന്ദുക്കൾ അതല്ല ചെയ്തത്. ഹിന്ദുക്കൾ ചെയ്തത് മറുപടിയായിട്ട് മറ്റൊരു പുസ്തകം എഴുതുകയാണ് ചെയ്തത്, രംഗീല റസൂൽ. അത് എഴുതി കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി. അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനെ വിമർശിക്കാം, അള്ളാഹുവിനെയോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഊനാപ്പള്ളി പറഞ്ഞാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെയാണ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ അന്ന് ആ നിയമനിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അതുവരേക്കും അങ്ങനെ ഒരു നിയമത്തിൻ്റെ ആവശ്യത ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഇതിൻ്റെ പബ്ലിഷറെയാണെന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് വെട്ടിക്കൊല്ലുന്ന അവസ്ഥയാണ്.
അപ്പോൾ ആരാ കൊന്നത്? കാക്കാമാരാണ് കൊന്നത്. അപ്പോൾ ഇവിടെ മതനിന്ദ നടത്തിയതിൻ്റെ പേരിൽ കൊന്നത് ഇവിടെ ഹിന്ദുക്കളല്ല കൊന്നത്, ഹിന്ദുക്കളെയാണ് കൊന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഫാറൂഖിനെ കൊന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. അങ്ങനെ പല പല ആളുകളെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നു. ഇന്നും ഈ നിയമം അവിടെ ഉണ്ടായി വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ മതനിന്ദാ നിയമം ഇതുപോലെ ശക്തിപ്പെടുത്തുന്നതിലേക്ക് വഴിവെച്ചത് ആരാണ്? കാക്കാമാരാണ്. ഇന്ന് ആ നിയമത്തിൻ്റെ ബാക്കി പത്രമാണ് പാകിസ്ഥാനിലെ ആളുകൾ ഇന്ന് അവിടെ അനുഭവിക്കുന്നതെന്നുള്ളത് മാത്രമല്ല, ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറയുന്നത് ഈ നിയമം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ അഹമ്മദിയാക്കളാണ് ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളായിട്ട് ഇന്ന് പാകിസ്ഥാനിലുള്ളത് എന്നും കൂടി പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്നതും കൂടി അവിടെ വരിക. പാകിസ്ഥാനികൾ, അവിടെയുള്ള സുന്നികൾ അഹമ്മദിയാക്കൾ ഓടിച്ചിട്ട് അടിക്കുകയാണ് മതനിന്ദ നടത്തിയെന്ന് പറഞ്ഞു. കാരണം അവർ ചെറിയൊരു കാര്യം പറഞ്ഞുള്ളൂ, ഒരു അന്ത്യപ്രവാചകനൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെയും പ്രവാചകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുല്ലേ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങൾ എന്ന് പോലും വിളിക്കാൻ പാടില്ല. അവർക്ക് പാസ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്ക് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണ്, ഗുലാം യാസീനൊന്നും ഇല്ല എന്നുള്ളത് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ പാസ്പോർട്ട് പോലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് മക്കയിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾ ആലോചിക്കുന്നത് മതനിന്ദ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള മതനിന്ദയായാലും അതല്ല മതവിശ്വാസം ഉപേക്ഷിക്കാനുള്ളതായാലും അതിനിപ്പോൾ ഒളിച്ചോ പാത്തോ എങ്ങനെയായാലും അത് വെക്കാനുള്ള അവകാശം ഇസ്ലാമിലില്ല എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം തിരിച്ച് മനസ്സിലാക്കിയിട്ട് ഇതൊരു മാഫിയ സംഘമാണ്. മാഫിയകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഓമർട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കോഡ് ഓഫ് സൈലൻസ് എന്ന് പറയും. അതായത് നിങ്ങളൊരു മാഫിയയിൽ ജോലി അല്ലെങ്കിൽ അതിനകത്ത് ഭാഗമായിട്ട് നിന്ന് അതിൽ മനമെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പ്രായം വന്നോ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു പോന്നാൽ അവിടെ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു സാധനമാണ് കോഡ് ഓഫ് സൈലൻസ്. നിങ്ങൾ ഈ മാഫിയയ്ക്ക് അകത്തുള്ള സാധനം ഒന്നും പുറത്തു പോയി പറയാൻ പാടില്ല. അതിന് നിങ്ങളുടെ മേലേക്ക് വെക്കുന്ന ഒരു നിയമമാണത്, ഓമർട്ട എന്ന് പറയും. അത് ലംഘിച്ചാൽ എന്താ സാധാരണ മാഫിയകൾ ചെയ്യുക? ആ പുറത്തു പോയ ആളെ വെട്ടിക്കൊല്ലും. ഇതാണ് ചെയ്യുക. ഇത് തന്നെയാണ് ഇസ്ലാമിൽ നടക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കൾട്ടാണ്, ഒരു മാഫിയ സംഘമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇസ്ലാമിലെ മതം വിട്ടവനെ കൊല്ലണം എന്ന നിയമം അത് വളരെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഇസ്ലാമിലെ. ഇനി മാത്രമല്ല, ഇന്നും ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഏതൊക്കെ മതങ്ങളാണ് ഈ നിയമം ഇന്ന് നടപ്പിലാക്കുന്നത്? നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ 2024 ഡിസംബർ മാസം നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് ഒരു മാസം മുന്നെയാണ് സൗദി അറേബ്യയിൽ ഈ മതനിന്ദകരെയും മതം ഉപേക്ഷിച്ചവരെയും തെരഞ്ഞു പിടിച്ച് കൊന്നതിനെക്കുറിച്ചുള്ള വാർത്ത വന്നത്, ഇറാനിൽ നിന്ന് വന്നത്. അപ്പോൾ നിലവിൽ 10-12ഓളം രാജ്യങ്ങളിൽ മതം ഉപേക്ഷിക്കുന്നത് ശിക്ഷ കൊടുക്കുന്ന, കുറ്റകരമായ ശിക്ഷ കൊടുക്കാവുന്ന വിഷയമായിട്ടാണ് അവിടെ കാണുന്നത്. അത് മുഴുവനും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അതിൽ വധശിക്ഷ കൊടുക്കുന്ന 7-8 രാജ്യങ്ങളുണ്ട്. അതെല്ലാം ഇസ്ലാമിക രാജ്യമാണ്. അവിടെ ക്രിസ്ത്യാനി ഇല്ല, അവിടെ ഹിന്ദുമതമില്ല, ജൈനനില്ല, ബുദ്ധനില്ല. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന ചോദ്യം വന്നാൽ അതിൻ്റെ കാരണം ഇതാണ്. അവിടെ നമുക്ക് വെറുതെ പോയിട്ട് ഹിന്ദുവിനെ ക്രിസ്ത്യാനിനെ ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ല. അവരേതെങ്കിലും കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അവർ മാറിയിരിക്കുന്നു. നിലവിൽ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന എല്ലാ മതനിന്ദകരെ ശിക്ഷിക്കുന്ന, മതം ഉപേക്ഷിക്കുന്നവരെ ശിക്ഷിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അത് 100% ഇസ്ലാമിക രാജ്യങ്ങളാണ് എന്ന് വരുന്നിടത്താണ് ഇസ്ലാം ഇവിടെ ക്രൂശിക്കപ്പെടുന്നത്, മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് ഓഫാക്കി വെച്ച് തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം. ഏറ്റവും മിനിമം അറബി മൂളിച്ചെങ്കിലും ഒന്ന് ഓഫാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഈ വിഷയം, ഈ ഇസ്ലാമിലെ നിയമം ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇത് വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചങ്ങാതി പറയുകയാണ്. എന്താ പറയുന്നത്? ഇന്ന് ഇസ്ലാം ഇവിടെ എത്തി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ഈ നിയമമാണ്. അതായത് മതത്തിൽ നിന്നും പുറത്തു പോയ തല വെട്ടി കൊല്ലും എന്ന നിയമം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാകില്ലായിരുന്നു എന്നും കൂടി പറയുന്നത് മുസ്ലിം അല്ല, യൂസുഫുൽ കർലാവി എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ മഹാപണ്ഡിതൻ. ആ ആള് പറയുന്നത് കൂടി ഒന്ന് കേട്ടോളൂ. അറബി മൂളിച്ചാൽ വേണമെങ്കിൽ നമുക്കിടാം. كان انتهى الإسلام منذ وفاة الرسول عليه الصلاة والسلام، فالوقوف أمام الردة هو الذي أبقى الإسلام. وفي آية المائدة إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض أن يقتلوا أو يصلبوا، جاء عن أبي قلابة وغيره من التابعين إن هذه جاءت في المرة. സംഗതി ഒന്നും മനസ്സിലായിട്ടില്ല. അറബിയിൽ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ അവർക്ക് ഭക്തി സാന്ദ്രമാകുമല്ലോ, അതുകൊണ്ടിട്ടാണ്. ഇനി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ എഴുതിയത് നിങ്ങൾ വായിച്ചാൽ മതി. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, മതമിട്ടവനെ കൊല്ലണമെന്ന നിയമം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാകില്ലായിരുന്നു. മതമിട്ടവനെയും മതം മാറിയവനെ കൊല്ലുക, വ്യഭിചാരിയെ കൊല്ലുക, ഒരാളെ കൊന്നവനെ കൊല്ലുക എന്നൊക്കെയുള്ള നിയമം കൃത്യമായിട്ട് ഇവിടെ കോട്ട് ചെയ്തിട്ട് പറയുന്നത് മുസ്ലിം അല്ല, ഇസ്ലാമിക പണ്ഡിതനാണ്. مش حديث واحد ولا اثنين ولا ثلاثة، أحاديث كثيرة عن عدد من الصحابة
يعني في أن يقتل المرتد. حديث ابن عباس من بدل دينه فاقتلوه. حديث ابن مسعود لا يحل امرئ إلا بإحدى ثلاث: السيب الزاني والنفس بالنفس والتارك لدينه. ഹദീസ് വേണ്ടവർക്ക് ഹദീസാണ് പറയുന്നത്. എന്നോട് ചോദിച്ചു വരണ്ട, ഉസ്താദ് തന്നെയാണ് നേരിട്ട് പറയുന്നത്. നിങ്ങളെ പാടായി. ഓക്കെ, ഭക്തി സാന്ദ്രമായില്ല എന്നുള്ളൊരു കുറവ് മാത്രം വേണ്ട. وحديث أبي موسى الأشعري ومعاذ ابن جبل وأبي هريرة وعدد من الصحابة في مسألة ഇപ്പം എന്താ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് സത്യത്തിൽ ഇതാരും അധികം പറയാതെയൊക്കെ അങ്ങനെ ഒരു മൂലയിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ എം അക്ബർ ഈ വീഡിയോ ചെയ്തപ്പോൾ എന്തായി? ഇതൊക്കെ വീണ്ടും നമുക്ക് പറയാനുള്ള അവസരം ഉണ്ടായി. അത് വീണ്ടും നമ്മൾ പറയുന്നു, വീണ്ടും വിശ്വാസികൾ കേൾക്കുന്നു, വീണ്ടും ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നു. അവർ ഭക്തിസാന്ദ്രമാക്കാനൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും? ഇതുപോലുള്ള സാധനങ്ങളിട്ട് നിങ്ങൾ എത്ര അറബി മൂളിച്ചിട്ടാലും ശരി, ഇന്നത്തെ ആളുകൾക്ക് കുറച്ചും കൂടിയൊക്കെ ബോധമുണ്ട്. അവർ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടല്ല എന്നോടത്താണ് ഈ പ്രശ്നം കിടക്കുന്നതിൻ്റെ പൊന്ന് അക്ബർ സാഹിബെ. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതിൽ ഏറ്റവും വലിയ കാര്യം, ഇത് ആരോടൊക്കെ പറയണത്? ഇപ്പം ഞാൻ ഈ മതം കൊണ്ടു നടന്നിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന 2 പ്രസംഗകർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 പ്രസംഗകരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 2 ആൾ ഈ പറയുന്ന എം അക്ബറാണ്, മറ്റൊന്ന് ജാക്കിർ നായിക്കാണ്, മൂന്നാമത്തത് ഹുസൈൻ സലഫിയാണ്. പിന്നെ അതിന് ശേഷം നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി, ഹനീഫ് കായക്കൊടി, അനസ് മൗലവി, പിന്നെ നമ്മൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മളുടെ യൂസുഫ് എസ്റ്റസ്, പിന്നെ അഹമ്മദ് ദീദാത്ത്, അങ്ങനെ പോവാണ്. ഈ ആളുകളുടെ ലിസ്റ്റ് അൺഎൻഡിങ് എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആളുകൾ, അഹമ്മദ് ദീദാത്തും അതുപോലെ തന്നെ നമ്മളുടെ ജാക്കിർ നായിക്കും, ഇവർ 2 പേരുമാണ് ഈ ഇന്ത്യക്ക് വെളി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. കേരളത്തിലേക്ക് വരുമ്പോൾ എം അക്ബർ. ഈ കേട്ട് ഇവരുടെ CD വാങ്ങിച്ച് കാശും കളഞ്ഞ് ഇതൊക്കെ കേട്ട് കുറേ നടന്നു. ഞാൻ പല കഥകളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കഥ ഞാൻ പറഞ്ഞുതരാം. വീണ്ടും ആവർത്തിക്കുകയാണ്. ആവർത്തന വിരസത തോന്നുന്ന ആളുകൾ ദയവായിട്ട് മാഫ് കീജിയെ. പണ്ട് നമ്മളിതുപോലെ പോകുമ്പോൾ മതം കൂടുതൽ നമ്മൾ പഠിക്കുക മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? സലഫി ദാവ ഇൻഫ്ലുവൻസ് ആണ്. അതായത് ഇവിടെയുള്ള മറ്റ് സുന്നികൾ, APEK സുന്നികൾ, ഇവരൊന്നും ശരിക്കും വിശ്വാസികളൊന്നല്ല. നമ്മളെ വീട്ടിലുള്ള സുന്നികളോടൊക്കെ നമുക്ക് വലിയൊരു പുച്ഛമാണ്. ഇവരൊക്കെ എന്തുകൊണ്ട് വിശ്വാസികൾ, നമ്മളൊക്കെ നേരത്തെ തന്നെ സ്വർഗ്ഗത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പാക്കിയ ആളുകളാണ്, നമ്മളെ കണ്ടു പഠിക്കുക എന്നൊരു ലൈനിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിലും ഒരു പെർഫെക്ഷനിസം. അവർക്കതൊന്നുമില്ല. അവർ കുറേ അന്ധവിശ്വാസങ്ങൾ നടത്തുന്നു, ജാറത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റേ ചന്ദനക്കുടം അവർ വെക്കുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ പോകുന്നു, സുന്നത്ത് നിസ്കരിക്കില്ല, ഇങ്ങനെ കുറേ പരാതികളാണ്. സക്കാത്ത് കൊടുക്കില്ല. നമ്മളിതൊക്കെ ചെയ്യും. ഇതെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ഓൾറെഡി കിട്ടിയതാണ്. ഇങ്ങനെ നടക്കുന്ന നമ്മൾ എവിടെ ഈ ഇസ്ലാമിൻ്റെ ആശയം അത് ഏതെങ്കിലും രീതിയിൽ ഇതിനകത്തൊരു കുറവുള്ള ഒരാളെ കിട്ടിയാൽ അയാളെ ആ സാധനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അവർക്ക് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഒരു പ്യൂരിറ്റാനിസം അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന ഒരു ഘട്ടമുണ്ട്. നമ്മൾ മെയിനായിട്ട് ഹിന്ദുക്കളെ പിടിച്ചിട്ട് മുസ്ലിം ആക്കുന്ന പരിപാടി അല്ലായിരുന്നു എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത്. എൻ്റെ പ്രധാന ഹോബി സുന്നികളെ പിടിച്ചിട്ട് യഥാർത്ഥ മുസ്ലിം ആക്കുക എന്നുള്ളത്, ഖുറാഫികളെ പിടിച്ചിട്ട് സലഫികളാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ഹോബി. അങ്ങനെ ഞാൻ ഈ എല്ലാ ശനിയാഴ്ചയാണോ എല്ലാ വെള്ളിയാഴ്ച രാത്രിയും കോഴിക്കോടുള്ള ക്ലിനിക്ക്, ഹോമിയോ ക്ലിനിക്ക്, അത് അടച്ചിട്ട് അവിടെ നിന്ന് ഒരു 8-8:30 ആകുമ്പോൾ ഞാൻ വണ്ടി എടുത്ത് നേരെ എറണാകുളത്തേക്ക് വരും. വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ ഏതോ ഒരു രാത്രിയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് 4 മണിക്കൂറോളം വണ്ടി ഓടിക്കണം. ആ വണ്ടി ഓടിക്കുമ്പോൾ മിക്കവാറും ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി, അതല്ലെങ്കിൽ ഹുസൈൻ സലഫി, ഇവരൊക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളത്. സ്റ്റീരിയോയിൽ ഇവരുടെ CD ആണ് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ USB കുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ കേട്ട് പോകുന്ന സമയത്ത് അവിടെ ചില നമുക്കറിയാമല്ലോ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏതാണ് അതിനകത്തെ പ്ലേലിസ്റ്റിൽ നമുക്കറിയാം ഏതാണ് വരാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മിക്കവാറും ഒരു കുറ്റിപ്പുറം ഒക്കെ കഴിയുമ്പോൾ ഉസ്താദുമാർ ഈ പിള്ളേർ കൈ കാണിക്കാൻ തുടങ്ങും വണ്ടിയിൽ. അങ്ങനെ കൈ കാണിക്കുന്ന സമയത്ത് മിക്കവാറും ഉസ്താദുമാരാണ് കൈ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തും, അവരെ പിടിച്ച് കയറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഉസ്താദുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ജാറ മോഡൽ അല്ലെങ്കിൽ ഇതുപോലെ മൗലൂദ്, ഇജാതി ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് സാധനങ്ങൾ ഇസ്ലാം ഏറ്റവും കൂടുതൽ കുല്ലു ബിദ്അത്തിൻ ഫിൽ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറയുന്ന സാധനം, ഇതാണ് അവർ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നത്. അത് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിത ലക്ഷ്യം തന്നെ. അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിവർ കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് അവരെ കയറ്റിയിരുത്തിയിട്ട് ഞാൻ മൗലൂദിന് എതിരായിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം അങ്ങ് പ്ലേ ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോൾ ഖബർ ആരാധനയ്ക്കെതിരെയുള്ള മറ്റേ ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന വിഷയം, ഇതിനൊക്കെതിരെയുള്ള മുജാഹിദ് ബാലുശ്ശേരി, ഹനീഫ് കായക്കൊടിയുടെയോ അങ്ങനെ ഇവരുടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാനും കേട്ടിരുന്നത്. ഇതൊക്കെ അങ്ങ് പ്ലേ ചെയ്യും.
പാവങ്ങൾ. ഇന്ന് ഞാനത് ആലോചിക്കുമ്പോൾ അവരുടെ വിഷമം ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കുറ്റിപ്പുറത്ത് നിന്നും എറണാകുളം വരെ ഞാൻ അവർ ഈ പ്രസംഗം കേൾക്കും. ചില ആളുകളൊക്കെ കിടന്ന് ഉറങ്ങുന്നു എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ അവരെയൊക്കെ പിടിച്ച് എണീപ്പിച്ചിട്ട് എന്താ വർത്താനം, നമുക്കൊരു ചായ കുടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വണ്ടിയിൽ നിന്ന് ഇറക്കി എന്നിട്ട് വീണ്ടും കയറ്റി വീണ്ടും പ്രസംഗം കേൾപ്പിച്ച് അങ്ങനെ ഞാൻ അവരെ കൊണ്ടുപോകും. ഇതായിരുന്നു എൻ്റെ പണി. ഞാൻ അന്ന് ചിന്തിച്ചിരുന്നത് എന്താ, ഇങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് ഹൂറികളെ കിട്ടുകയാണ്. ഇതൊക്കെ ഹൂറി പോയിൻറ്റ്സാണ്. നമ്മൾ മറ്റേ ഈ ടെമ്പിൾ റണ്ണൊക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഓടുന്ന സമയത്ത് കോയിൻ കളക്ട് ചെയ്യില്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു ഉസ്താദ് ആ ഉസ്താദിനെ പിടിക്കുന്നു, നമുക്ക് ഹൂറി പോയിൻ്റ് കിട്ടുന്നു. കുറച്ച് കഴിയുമ്പോൾ വേറെ ഉസ്താദ് വരുന്നു, ആ ഉസ്താദിനെ പിടിക്കുന്നു. ഇതായിരുന്നു നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഹൂറി പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തി. അതിനു വേണ്ടിയിട്ട് ഈ എം അക്ബറിൻ്റെ പ്രസംഗം പ്രധാനമായിട്ടും ഇതുപോലുള്ള വിഷയങ്ങളിൽ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ തൗഹീദ് പറയുന്ന ആൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി തന്നെയാണ്. ഇതൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്തിരുന്നത്. ഇങ്ങനെ നടന്നിരുന്ന ആളുകൾ അവസാനം നമ്മൾ ഇവരുടെ പ്രസംഗങ്ങൾ കേട്ട് പ്രധാനമായിട്ടും എം അക്ബറുടെയും ജാക്കിർ നായിക്കിൻ്റെയും ശാസ്ത്ര തള്ളുകൾ കൂടി കേൾക്കാൻ കൂടുതൽ ഇടവന്നപ്പോഴാണ് ഇതിൻ്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ സാധനം ഇതൊക്കെ ഉടായ്പാണ്, ഇവരെല്ലാം തനി മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ സാധനങ്ങൾ കേൾക്കുന്നത് പിന്നെ ഒഴിവാക്കിയത്. ആ സി ഡി ഒക്കെ ഞാൻ പിന്നെ പൊട്ടിച്ച് കളയാണ് ചെയ്തത്. പിന്നെ USB ഒക്കെ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാലോ, അതങ്ങ് പോയി. ഇതാണ് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ എം അക്ബർ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ അറബി മൂളിച്ച സാന്ദ്രമായ ആ ഒരു അന്തരീക്ഷമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കണം, നിങ്ങൾ പാരൻസ് ഒന്നുകൂടി നേരെയാകണം, നിങ്ങൾ ഇലക്ട്രോണിക് മീഡിയയിൽ അവർ കാണേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ കണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 4 മണിക്കൂർ നേരം പ്രസംഗം കേട്ടിട്ട് കോഴിക്കോട് നിന്ന് ഈ എറണാകുളം വരെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം ഭ്രാന്ത് വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് എന്നെ കൊണ്ടാവില്ല. ഇന്ന് നമ്മൾ ഇപ്പോൾ എൻ്റെ തന്നെ പ്രസംഗം ഞാനിട്ടാൽ പോലും കുറച്ച് കഴിയുമ്പോൾ വല്ല സിനിമാ പാട്ട് ഇടും. ഇതല്ലേ നമ്മളുടെ അവസ്ഥ. നിങ്ങൾക്ക് സിനിമാ പാട്ടോ അല്ലെങ്കിൽ റേഡിയോയോ എന്തെങ്കിലും വെച്ചിട്ടല്ലേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയുക. പക്ഷേ അന്ന് നമ്മൾ അങ്ങനെ കേൾക്കണമെന്ന് തോന്നിയാൽ പോലും അതെല്ലാം പിടിച്ചു നിർത്തിയിട്ട് അതൊക്കെ ഒരു ജിഹാദാണെന്ന് മനസ്സിലാക്കി, സ്വന്തത്തോട് ചെയ്യുന്ന ജിഹാദ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഈ പ്രസംഗവും കേട്ട് പോയിരുന്ന ഒരു കാലം ഇതാണ്. ഈ ഘട്ടത്തിൽ നിന്നാണ് നമ്മൾ എക്സ് മുസ്ലിം ആവുന്നത്. എങ്ങനെയാണ് ആകുന്നത്? ഇതിലെ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിൽ കേൾക്കുന്ന സാധനങ്ങളിൽ വരികളിലൂടെ നമ്മൾക്ക് ഇങ്ങനെ കേട്ട് പോകുമ്പോൾ ഓരോന്ന് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് കയ്യിൽ നിന്ന് പോണത്. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിൻ്റെ മുഴുവൻ കാരണം കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനാണെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മുസ്ലിമായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ കള്ളും കുടിക്കാം പെണ്ണും കുടിക്കാം, സ്വന്തം മോളെ വരെ കെട്ടാം എന്ന് വരുന്നിടത്താണ് നിങ്ങൾ എന്തിനാ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വെറുതെ മതം വിടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്, കള്ളിൻ്റെ പുഴ, അതുപോലെ പെണ്ണിൻ്റെ മറ്റേ ക്യാബറയാണല്ലോ പിന്നെ അവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിലൊരു കാര്യം. ഇനി ഈ ഒരു വിഷയം, ഇത് മതം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന സാധനം ഇത് ഏതോ നാൾ മുതൽ നമ്മൾ ഇവിടെ പറയുന്നതാണ്. അതും കൂടി പറയുന്നത് ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. Research has shown that over 100,000 Muslims leave Islam every single year. Our youth are full of doubts and nobody's answering their questions. ഇപ്പം സംസാരിച്ചത് അലി ദാവ എന്നാണ് എൻ്റെ ഓർമ്മ. പുള്ളി എന്താ പറഞ്ഞത്? ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇത് പറയുമ്പോൾ പറയാം ഇസ്ലാം ഇതേ പൊളിഞ്ഞു കുറേ നാളായല്ലോ പറഞ്ഞു, എവിടെ പൊളിയുന്നു? ഞാൻ പറയുന്നു ഇന്നോ നാളെ പൊളിയുന്ന കാര്യമല്ല. ഇത് പൊളിഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല, ഇത് പൂർണ്ണമായ തകർച്ചയിലേക്ക് പോവുകയാണ്. വിശ്വാസികൾ ഇതിനകത്ത് വിശ്വാസം ഉണ്ടെന്ന് പറയാൻ നാണക്കേട് ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് ഇത് പോവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു 10-30 വർഷം മാക്സിമം ഈ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഇവിടെ മാറും. 10 വർഷത്തിനുള്ളിൽ വലിയ മാറ്റം ഉണ്ടാവും. 30 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് മാറും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്നത് എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ് എന്നുകൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇവർ പറയുന്നത് കേട്ടോളൂ. That almost every single day I deal with it, and that is Muslim youth leaving Islam. 24% of Muslim youth are leaving Islam. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക. 1500ഓളം ആളുകൾ കണ്ടുകൊണ്ടിരുന്നിട്ട് പകുതി പോലും ലൈക്ക് ആവുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ് കേട്ടോ. It is rare that you would find back home a young man or a young woman addressing their parents, their family, and telling them, I don't believe in Allah. I don't believe that Muhammad sallallahu alaihi wasallam was a messenger of Allah. I don't believe that the Quran is a book of revelation. That is unthinkable. Unthinkable. That is the unthinkable.
It is happening. It is happening continuously. ഞങ്ങൾ ഇടയ്ക്കൊരു കാര്യം പറയാം. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദീനിനെ ഇത് നമ്മുടെ ജ്യൂസ് ഉസ്താദാണ് കേട്ടോ. അറിഞ്ഞോ അറിയാതെയോ 988 മുതൽ 2019 വരെയുള്ള ഈ കാലഘട്ടത്തിൽ മലബാറിൽ വലിയ മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട്. 988 മുതൽ 2019 വരെ 985 തുടങ്ങിയിട്ടുണ്ട്. 985 2019 ഭയങ്കര മൂല്യശോഷണം മലബാറിൽ സംഭവിച്ചു. ആയിരക്കണക്കിന് നിരീശ്വരവാദികൾ മലബാറിൽ പെരുകിയിട്ടുണ്ട്. നല്ല തറവാടികളിൽ നിന്ന് മലബാറിൽ. ഞാനും ഒരു തറവാടിയാണേ. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുസ്ലിം നിരീശ്വരവാദി അസോസിയേഷൻ ഉണ്ട്, എക്സ് മുസ്ലിം ഓർഗനൈസേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ എത്ര ഉസ്താദുമാരാണ് പറഞ്ഞത്? ഇത് കേരളത്തിലെ മാത്രമല്ല, ഓരോ സ്ഥലത്തെയും ആളുകൾ വന്നിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് ലോകത്തെമ്പാടും നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇറാനിൽ നിന്ന് വന്നൊരു വാർത്ത. ഓൾമോസ്റ്റ് ഒരു 60+ % ആളുകൾ, 80 ആണെന്നാണ് തോന്നുന്നത്, മതം ഉപേക്ഷിക്കുന്നു. പള്ളികൾ അടച്ചുപൂട്ടുന്നു. 50,000 പള്ളികൾ അടച്ചുപൂട്ടിയ വാർത്ത ഇപ്പോഴും വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെന്താ നുണ പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, പള്ളി പൂട്ടി എന്നത് അവർ സമ്മതിക്കുന്നു. പൂട്ടാനുള്ള കാരണത്തിലാണ് ഇവിടുത്തെ പ്രശ്നമുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? പള്ളി പരിപാലനത്തിന് ആളുകളില്ല, ഫണ്ട് കൊടുക്കുന്നില്ല, അവിടെ ബാങ്ക് വിളിക്കാൻ പോലും ആളെ കിട്ടുന്നില്ല എന്ന് വരുന്നിടത്താണ് പള്ളി പൂട്ടേണ്ടി വരുന്നത്. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും വൈകാതെ സമ്മതിക്കേണ്ടി വരുമെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതിവിടെ ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ്. ഇത് നമ്മൾ പറയുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മൊല്ലാക്കന്മാരെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലം ദീനിനെ ചോദ്യം ചെയ്യാൻ ഭയങ്കര ധൈര്യം കാണിക്കുകയാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ്. വലിയ അപകടമാണ്. വാപ്പാന്റെ കബറിൽ പോയിട്ട് വാപ്പ സിയാറത്ത് ചെയ്യുമ്പോ വാപ്പാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന ന്യൂ ജനറേഷൻ പ്രൊഡക്റ്റുകളെ ഷെയ്സ് ചെയ്യാൻ നമ്മുടെ അടുക്കൽ ആയുധമില്ലാതായി. നമ്മൾ നിരായുധരാണ്. ഞാൻ എറണാകുളത്തെ പടമുകൾ ജമാ മസ്ജിദിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തില് ആ പള്ളി എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ മിക്കവാറും അസർ നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്ന പള്ളിയാണ്. പിന്നെ വളരെ വിശാലമായ പള്ളിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കയറിയിട്ട് മൂത്രമൊക്കെ ഒഴിച്ച് സമാധാനമായിട്ടാണ് അസർ നിസ്കരിച്ച് അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് പോരുക. എനിക്ക് തോന്നുന്നു ഈ ഉസ്താദിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ, ഉറപ്പില്ല. എന്തായാലും വളരെ മികച്ചൊരു പള്ളിയാണ്, നല്ല സൗകര്യമുള്ള പള്ളിയാണ്, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. അതായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലുമൊക്കെ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റിയ പള്ളിയാണ് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ കോഴിക്കോട് എറണാകുളം യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ പള്ളികൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ കയറി മൂത്രമൊഴിക്കാറുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. മൂത്രമൊഴിക്കാൻ പറ്റിയ സ്ഥലമാണ് പള്ളികൾ എന്ന് പറയുന്നത്. ആരോടും പറയരുത്, ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഇനി എങ്ങാനും കയറുമ്പോൾ അത് നമ്മളാളല്ലേ എന്ന് പറഞ്ഞത് നമ്മൾ തല്ലാനൊന്നും പറയരുത്. ഒരു മൂത്രമെങ്കിലും ഒഴിച്ചോട്ടെ എന്ന് നിങ്ങളൊന്ന് വിചാരിക്കാം. മൂത്രമല്ലേ, മാപ്പാക്കണം. എന്റെ കുത്തുബ കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിലേക്ക് കയറി വന്നപ്പോ രക്ഷിതാവ് വളരെ സങ്കടത്തോടു കൂടെ റൂമിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകനുണ്ട്, അവനിപ്പോ +1 പഠിക്കണത്, അവനെന്നെ കൗൺസിൽ ചെയ്യണം. ഞാൻ ചോദിച്ചു, ഐ എം നോട്ട് എ സൈക്കാട്രിസ്റ്റ്, എന്തിനാണ് എന്നെ കൗൺസിൽ ചെയ്യേണ്ട കാര്യം? അപ്പൊ പറഞ്ഞു, എന്റെ മകൻ ദൈവ നിഷേധിയായിട്ടുണ്ട്. നമ്മൾ സിംപ്ലി നമ്മൾ ഒറ്റയടിക്ക് കേൾക്കുന്ന സാഹചര്യത്തിൽ ഒരു തമാശയായിട്ട് നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെ ജോക്കും മോക്കൊക്കെ ആയിട്ട് ഞാൻ എടുത്തു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, മകനും ദൈവ നിഷേധിയാവേ. നമ്മളൊക്കെ ഇസ്ലാമിന്റെ തറവാട്ടിൽ ജനിച്ച് ഇസ്ലാമിന്റെ ചൂടും സൂര്യവും അറിഞ്ഞ് വളർന്ന ആൾക്കാരല്ലേ. നമ്മുടെ മക്കൾ ദൈവ നിഷേധികളാകെ തമാശക്ക് പറഞ്ഞതായിരിക്കും. അല്ല സാർ, എന്റെ മോൻ വെളിയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ അവനെ വിളിക്കാം. മകനെ വിളിക്കാൻ മകൻ വന്നു. അവൻ നട്ടല് നിവർത്തിയിട്ട് നട്ടല് വളക്കാതെ നിന്നിട്ട് വളരെ സ്റ്റേണായിട്ട് ബോണ്ടായിട്ട് നിന്നിട്ട് പറയാണ്, ശരിയാണ്, അല്ല സാറേ ദൈവം ഉണ്ട് എന്നുള്ളതിനിപ്പോ തെളിവെന്താണ്? എന്നോട് ചോദിച്ചാണ് മഹാഗണമോ. ഞാൻ സത്യം പറയാം, എന്റെ ജീവിതത്തിൽ നമ്മൾ വിയർത്തു പോയൊരു നിമിഷം ഇന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ മൊമെന്റിനെ പറ്റിയാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. 2035 എന്നൊരു വർഷമുണ്ടെങ്കിൽ മലബാറിലെ വലിയൊരു ശതമാനം മുസ്ലിം സ്ത്രീകളും നിരീശ്വരവാദികളായിരിക്കും. അതിനെ മറികടക്കാൻ ഒരിക്കലും ഇന്നത്തെ പണ്ഡിതന്മാർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല, ഇമ്പോസിബിൾ. 10 വർഷം എന്നാണ് പറഞ്ഞത്, ഞാൻ 35 എന്നാണ് ഇയാൾ പറയുന്നത്. കഴിയൂല, അതിനെ മറികടക്കാൻ നിലവിലെ പണ്ഡിതന്മാർക്ക് ഒരിക്കലും കഴിയില്ല. ഒരാന മയിൽ ഒട്ടകത്തിനും സാധിക്കില്ല, ഒരു ഉണ്ണാക്കൻസ് അസോസിയേഷനും സാധിക്കില്ല. നിങ്ങൾ സാധിക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ 10 വർഷം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പോക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് തീർത്ത് തരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്തോ ഓൺലൈൻ സംവാദം നടത്തിയെന്നൊക്കെ പറയണ കേട്ടു. എന്താണ് അവിടെ നിങ്ങൾ നടത്തി കൂട്ടിയത്? ഇതൊക്കെ
ഇത് കാണുന്ന വിശ്വാസ സമൂഹം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുക? ഈ എം അക്ബർ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് എന്താണ് വിശ്വാസികൾ മനസ്സിലാക്കുക? ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് സ്നേഹസംവാദം നിങ്ങൾ നടത്തിയത് മുഴുവൻ പൊതുവേദികളിൽ. എം അക്ബർ വന്നത് പൊതുവേദിയിൽ. ജബ്ബാർ മാഷ എന്ന് പറഞ്ഞു, ഞാൻ വീഡിയോ ഇടാം, നിങ്ങൾ വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല. ജബ്ബാർ മാഷിക്ക് ഓൺലൈൻ വേദിയിലേക്ക് വരാൻ പേടിയാണ്, ഓഫ്ലൈൻ പൊതുവേദിയിലേക്ക് വരാൻ പേടിയാണെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച ആളുകൾ ഇന്ന് പറയാണ് നമുക്ക് പൊതുവേദിയിലേക്ക് വരാൻ പേടിയാണെന്ന്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. ഈ ഇരട്ടത്താപ്പും ഈ തരത്തിലുള്ള കള്ളത്തരങ്ങളും ഉടായ്പും ഇത് നാട്ടുകാർ കാണുകയല്ലേ. അപ്പോൾ ജബ്ബാർ മാഷ് പൊതുവേദിയിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതിനുശേഷം അയ്യൂബ് മൗലവി വന്നപ്പോഴും നിങ്ങൾക്ക് അത് തന്നെയാണ് നിർബന്ധം. അതെന്തായാലും മാഷ് പൊതുവേദിയിലേക്ക് വരണം. മാഷ് വയ്യാണ്ട് ആ കാലം വെച്ചിട്ട് അവിടെ വരുന്നൊരവസ്ഥ വരെ ഉണ്ടായി. സർജറിക്ക് വേണ്ടി എന്തൊക്കെ ഇരിക്കുന്ന സമയമൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ ഇപ്പോൾ മറ്റു പല സംവാദം, ഇപ്പോൾ ഹൈത്തമി എന്നെ പിന്നെ പഞ്ഞിക്കിട്ടു പൊതുവേദിയിൽ. അതിനുശേഷം രവിചന്ദ്രനെയും പഞ്ഞിക്കിട്ടു. അങ്ങനെ നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങളുമായിട്ട് ആര് സംവാദം ചെയ്താലും നിങ്ങൾ ജയിക്കുമെന്നുള്ളതാണല്ലോ ലോക നിയമം. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അപ്പം ഞാൻ വീണ്ടും ഇവിടെ സാന്ദർഭികമായിട്ട് പറയാണ്, ഇവിടെ ജാനുവരി 5 പൊതുവേദിയിൽ ഒരു സംവാദത്തിനുള്ള ഒരു ക്ഷണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വെല്ലുവിളി നിങ്ങൾ വെച്ചത് നമ്മൾ ഏറ്റെടുത്ത് അത് പൊതുവേദിയിലാണെങ്കിൽ വരും എന്ന് തന്നെയാണ് അന്നും പറഞ്ഞത്, ഇന്നും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇതുവരെ അതിന് മറുപടി തന്നിട്ടില്ല. ജാനുവരി 5 നമ്മൾ ഏതായാലും ഒരു പരിപാടി വെക്കുന്നുണ്ട്. ലിയാക്കത്തും അവിടെ വെക്കുന്നുണ്ട്, ഞാനിവിടെ വെക്കുന്നുണ്ട്. ചിലപ്പോൾ രണ്ടും കൂടി ഒന്നാക്കുമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലിയാക്കത്തിൻ്റെ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വരാം. ഈ പറയുന്ന അടിമത്തം നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ എടുക്കുക. നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പറ്റൂലല്ലോ. ഇസ്ലാമിൽ അടിമത്തം ഹറാമാണോ ഹലാലാണോ? ആ ചോദ്യം നിങ്ങൾക്ക് ഹറാമാണല്ലോ. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ നമ്മൾ എടുക്കുന്നു. അടിമത്തം ഇസ്ലാമിലും അതുപോലെ ആധുനികതയിലും എന്ന് പറയുന്ന വിഷയത്തിൽ തന്നെ നമ്മൾ സംവാദം നടക്കും. പക്ഷേ പൊതുവേദിയിൽ എം അക്ബറിൻ്റെ വേദിയിലേക്ക് ജബ്ബാർ മാഷ് വന്നതുപോലെ, അവിടെ ഹൈത്തമിയുടെ വേദിയിലേക്ക് ഞാൻ പോയ പോലെ, ഹൈത്തമിയുടെ വേദിയിലേക്ക് നമ്മളുടെ രവിചന്ദ്രൻ പോയതുപോലെ, നമ്മളുടെ വേളത്തിൻ്റെ വേദിയിലേക്ക് രവിചന്ദ്രൻ പോയതുപോലെ, അയ്യൂബിൻ്റെ വേദിയിലേക്ക് ജബ്ബാർ മാഷ് പോയതുപോലെ എൻ്റെ വേദിയിലേക്ക് ബാസിൽ വരാം. ഇതാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ സ്നേഹസംവാദമൊക്കെ നടന്നിരുന്ന ആളുകളല്ലേ. ഞാനും ഒരു സ്നേഹസംവാദം തന്നെയാണ് നടത്താൻ പോകുന്നത്. അത് പൊതുവേദി തന്നെയായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് നടത്തിയത് അത് തന്നെയാണ് ഞാനും നടത്താൻ പോകുന്നത്. അതിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ ഈ ഉടായ്പൊക്കെ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ 10 വർഷം എന്നുള്ളത് 5 വർഷമായിട്ട് കുറയും ഇസ്ലാമിൻ്റെ ആയുസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഇത് പറയുമ്പോഴത്തെ നിങ്ങൾ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞെന്ന് പറയരുത്. ഞാൻ വസ്തുത പറയാണ്. ആരൊക്കെങ്കിലും ഒരു മുന്നൊരുക്കം എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ അത് എടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എവിടെയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ പ്രബോധകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. പ്രബോധകന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെങ്കിലും ഇയാൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മെച്ചം. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ജൂസ് ഉസ്താദ് ആളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വേന്ദ്രനാണ് എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പുള്ളി പറയുമ്പോൾ അത് ഒരു സെൻസുള്ള കാര്യമാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. എന്തുകൊണ്ട് എവിടെയാണ് ഈ തകരാറ് എന്ന് ഇവർക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലായിരുന്നു എന്നുണ്ടെങ്കിൽ ബാസിൽ കഴിഞ്ഞ ദിവസത്തെ ആ തോന്നിയാസം കാണിക്കില്ലായിരുന്നു. അത് മനസ്സിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ എം അക്ബർ ഇപ്പോഴും പഴയ വീഡിയോ ഒക്കെ ഇപ്പോഴും ഇങ്ങനെ പീസാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ ഇസ്ലാമിനെ ഇതുപോലെ പെട്ടെന്ന് തീർത്താൽ, എനിക്ക് കുറേ ലോണൊക്കെ അടച്ച് തീർക്കാനുള്ള വലിയ കടബാധിതനാണ്. അതൊക്കെ പെട്ടെന്ന് തീർന്ന് എനിക്ക് സ്വസ്ഥമാകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഇതേപോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊളിയും. പിന്നെ ഇവിടെ അത് കാണാൻ എൻ്റെ കോയാക്കോളിയൊക്കെ നിന്ന് പോവും, ആരും വിളിക്കില്ല. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ. നിങ്ങളിങ്ങനെ ഇതുപോലെ പെട്ടെന്ന് പൊളിക്കല്ലേ. ഒരു മയത്തിൽ ഒന്ന് സ്ലോ ഡൗൺ, ഒന്ന് എന്താണ് റുഖോ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് സമാധാനിക്കുക, ധീരെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇവർക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം, അത് നമ്മൾ ജൂസ് ഉസ്താദ് പറഞ്ഞത് അവിടെ ആവർത്തിക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar.
أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن ميتم يا الرسول الله أشهد أن ميتم يا الرسول الله حي على free thinking حي على free thinking حي على scientific temper حي على scientific temper Dingahu Akbar Dingahu Akbar La ilaha illa dingah La ilaha illa dingah